ഹായ് ഓൾ, ഞാൻ അനുദീപ്. പി എസ് സി എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് പഠിക്കുമ്പോഴാണ് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലുള്ള റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പി എസ് സി റിലീസ് ചെയ്യുമ്പോഴും അത് വ്യക്തമായി അനലൈസ് ചെയ്യുക, ചിട്ടയായി പഠിക്കുക, പി എസ് സിയുടെ പൾസ് തിരിച്ചറിഞ്ഞ് മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറുക. ഇപ്പൊ എന്റെ ബാച്ചസ് ഞാൻ ഇങ്ങനെ ധാരാളം ക്ലാസ്സസ് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലെ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് ബാച്ചിലൊക്കെ കൊടുത്തിട്ടുള്ള പി എസ് സിയുടെ ഒരു അപ്ഡേഷൻ ക്ലാസ് ഞങ്ങൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ക്ലാസ്സിൽ പറയുന്ന രീതിയിൽ യു പി എസ് സി ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ എലിമിനേഷൻ ടെക്നിക്സ് തീവ്രമായി പരിശീലിക്കുക. ഇതിന്റെ കൂടെ പുതിയതായി പി എസ് സി ചോദിക്കുന്ന ഫാക്ടുകൾ, അതിപ്പോൾ ഓപ്ഷൻസ് നിന്നാണെങ്കിൽ പോലും ആ ഫാക്ടുകൾ നോട്ട് എഴുതി മാറ്റി വെച്ച് തന്നെ പഠിക്കാം. വിജയം നിങ്ങളെ തേടിയെത്തും. ഇതൊക്കെ ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസ്, സബ് ഇൻസ്പെക്ടർ ബാച്ചസ്, 10+2 ലെവൽ ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ്. കമന്റ് സെക്ഷനിലുള്ള നമ്പറിൽ പിൻ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. വളരെ അഫോർഡബിൾ ഫീസാണ് ഞങ്ങളുടെ എല്ലാ ബാച്ചസിനും ഉള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് വലിയ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഞങ്ങളുടെ കോഴ്സിനെ പറ്റി നിങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി ആ ഒരു അഫോർഡബിൾ ഫീസിൽ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാവുന്നതാണ്. കൂടുതൽ ഫീസ് കൊടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ നല്ല കണ്ടന്റുകൾ കിട്ടുള്ളൂ എന്നൊരു നിയമം എവിടെ ഇല്ല കേട്ടോ. യെസ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പറയുന്ന മേജർ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. അതല്ല ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഞാനിതിന്റെ PDF അപ്ലോഡ് ചെയ്തല്ലോ കേട്ടോ. ടെലിഗ്രാം ചാനലിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ധാരാളം ഫ്രീ കണ്ടന്റുകൾ, നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഫ്രീ കണ്ടന്റുകൾ ടെലിഗ്രാം വഴി തരുന്നുണ്ട്. സോ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റിയൊരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാവുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അപ്ഡേഷൻ ക്ലാസ് ആണ്. പി എസ് സി അതിന്റെ ട്രെൻഡ് ഓരോ പരീക്ഷ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അപ്ഡേഷൻ ക്ലാസ്സുകൾ കിട്ടും. നമുക്കറിയാം, ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947. ആ ഫാക്ടിന് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് വഴി സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിനകത്തൊക്കെയുള്ള സ്റ്റാറ്റിക് പോർഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ സൈക്ലോൺ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതിന് എത്ര ക്ലാസ് എടുത്തു കഴിഞ്ഞാലും സൈക്ലോണിന്റെ ഒറിജിനൽ ഒറ്റ തിയറി ഉള്ളൂ, നമുക്ക് NCERT പറയുന്ന തിയറി. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ റെക്കോർഡ് ക്ലാസ് വഴി നിങ്ങൾക്ക് അതെല്ലാം കിട്ടുന്നതാണ്. അതിനോടൊപ്പം അപ്ഡേഷൻ ക്ലാസ്സുകൾ വഴി പി എസ് സി പുതിയതായി ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഫാക്ടുകൾ മാക്സിമം നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പൊ ആ ഒരു പർപ്പസിൽ അപ്ഡേഷൻ ക്ലാസ് ആണ് ഇത്. നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റിംഗ് ക്ലാസ് ആണ്. അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സിന്റെയും സ്ട്രെസ് മാനേജ്മെന്റിന്റെയും ഒക്കെ ട്രെയിനിങ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോ നമ്മുടെ രീതികൾ കുറച്ച് അൺകൺവെൻഷനൽ ആണ്, നിങ്ങൾക്കറിയാം. നമ്മളൊരു ഹയർ നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് താഴേക്കുള്ള എക്സാംസ് അല്ലെങ്കിൽ താഴേക്കുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്, ഇന്നത്തെ അജണ്ട എന്ന് വെച്ചാൽ 3 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, സിവിൽ സർവീസസിനകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറെ എലിമിനേഷൻ ടെക്നിക്സ് പഠിക്കും. പിന്നീട് പി എസ് സി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻസ്, ഫാക്ട് അല്ലെ, ഓപ്ഷൻസിന്റെ സ്ട്രക്ചറിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. നെറ്റിൽ നിന്നും UGCയുടെ CSIRന്റെ ഒക്കെ നെറ്റിൽ നിന്നും അവര് ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. കണ്ടാൽ പേടിച്ചു പോവുമെങ്കിലും വളരെ ഈസിയാണത്. അത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന കാര്യം പറയാം. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ അഡീഷന്റെ ഭാഗമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, ഫാക്ടുകൾ പഠിപ്പിച്ചു തരും. അപ്പൊ ഈ 3 കാര്യമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ലെവലാണെങ്കിലും 10th ലെവലിലാണെങ്കിലും +2 ലെവലാണെങ്കിലും ഇവിടുന്ന് കിട്ടും. ഇത്രയും കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യമേ നമുക്ക് ഈ ഒരു ചോദ്യം, UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കുറച്ചൊന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ചില ചോദ്യങ്ങൾ ഞാൻ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ക്ലാസ് കുറച്ച് പുതിയ സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു അപ്രോച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമേ എലിമിനേഷൻ ടെക്നിക്സിന് ട്രെയിനിങ് ആണല്ലോ. സോ എലിമിനേഷൻ ടെക്നിക്സിന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. സിവിൽ സർവീസിൽ വെച്ച ചോദ്യം തരികയാണ്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും എലിമിനേഷൻ ടെക്നിക്സ് കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് അതിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. ബിക്കോസ് നമ്മുടെ ഫിലോസഫി ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക. ആഴത്തിലുള്ള പഠനം വേണം, പക്ഷെ കറക്കി കുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ മാർക്ക് കിട്ടും. അപ്പൊ ഞാനൊരു ചോദ്യം കാണിക്കാം, നിങ്ങൾ അതിന്റെ ഉത്തരം എന്തിനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നു. ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നു. ആ വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ
എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതെന്ന ചോദ്യം. ഇവിടെ നിങ്ങൾ ഓപ്ഷന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കണം. വൺ ഒള്ളി എന്നല്ല, ഒള്ളി വൺ. അതായത് ഈ 4 സ്റ്റേറ്റ്മെന്റ്സിലെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നില്ല. ഒള്ളി ടു, അതായത് ഈ 4 സ്റ്റേറ്റ്മെന്റ് 2 ഇതാവാം, ഇതാവാം, ഏതും ആവാം. ഇവ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞു. 2 ഒള്ളി എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് സ്ട്രക്ചർ മാറരുത്. 3 സ്റ്റേറ്റ്മെന്റ്സ്, ഓൾ 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ആൻസർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ആൻസർ ചെയ്യാം. എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്? സി, വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ കെമിക്കൽസ് ആണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോ ഇതെല്ലാം അതിനകത്ത് വരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പൈറോക്ലാസ്റ്റിക് ഡെബ്രി എന്താ സാധനം നമുക്ക് അറിയത്തില്ല. ഡെബ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി പടലമാണെന്ന് നമുക്കറിയാം. പൈറോ മീൻസ് പൈറോ എന്ന് വെച്ചാൽ എന്താ? പൈറോളജി അല്ലെങ്കിൽ ആന്റി പൈറോ ഡ്രഗ് അല്ലെങ്കിൽ പൈറോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? പൈറോ മീൻസ് ചൂട്. പൈറോമീറ്റർ മീൻസ് ചൂട് അളക്കുന്ന സാധനം. പൈറോ ആന്റി പൈററ്റിക് ഡ്രഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരത്തിന് പനി കൂടുമ്പോഴത്തേക്കും ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ആന്റി പൈറോ ഡ്രഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ചൂടുള്ള എന്തൊക്കെയോ പൊടിപടലം ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ അതിനകത്ത് ഇത് കാണത്തില്ലേ? ആഷ് ആൻഡ് ഡസ്റ്റ്. ആഷ് എന്ന് വെച്ചാൽ കരി, ചാരവും ഡസ്റ്റും കാണത്തില്ലേ? നൈട്രജന്റെ കോമ്പൗണ്ട്സ്. സി, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. അപ്പം വോൾക്കാനോ പൊട്ടിത്തെറിക്കുമ്പോൾ നൈട്രജന്റെ ഒരു തന്മാത്രയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരത്തില്ല, മിനിമം ഒരൊറ്റ തന്മാത്രയെങ്കിലും. സൾഫർ കോമ്പൗണ്ട്സ്, സൾഫർ കാണത്തില്ലേ? ഈ പാറയും എല്ലാം സൾഫർ അല്ല. അപ്പൊ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ആർസെനിക് കോമ്പൗണ്ട്. അത് ശരി, ആർസെനിക് കോമ്പൗണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. ആർസെനിക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള എലമെന്റ് ആയിരിക്കും ആർസെനിക് കോമ്പൗണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലോ? ഇത് വരാതിരിക്കാൻ വരുന്ന ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഒരു മോളിക്യൂളെങ്കിലും പുറന്തള്ളി കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും. ഈ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പഠിച്ചിട്ട് പോയി ആരും പാസ്സാവുന്ന ചോദ്യം അല്ല ഇത്. കോമൺ സെൻസ് അളക്കാനായിട്ട് എക്സാം സൈക്കോളജിസ്റ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണത്. ഓസോൺ, ഞാൻ അപ്പൊ മറ്റൊരു ഓസോൺ കോമ്പൗണ്ട്, ഓസോൺ കോമ്പൗണ്ട്, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലോ അതും ശരിയാവും. സി, ലോകത്തിൽ എത്രയോ അഗ്നിപർവ്വതങ്ങൾ എവിടെല്ലാം പൊട്ടിത്തെറിക്കുന്നത്, എവിടെന്നെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിനകത്ത് ഒരു ആറ്റം, ഒരു മോളിക്യൂൾ ഉണ്ടായാലും പോരെ. ഇപ്പൊ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓസോണിനെ തകർക്കുന്ന സബ്സ്റ്റൻസ്, ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലോ? ട്രൂ, യെസ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്, എക്സാക്ട്ലി, ട്രൂ. അപ്പം ഇതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് എണ്ണം കൂടുന്തോറും സ്റ്റേറ്റ്മെന്റ്സ് ഈസിയായി മാറിക്കൊണ്ടേ ഇരിക്കും. ബിഗിനേഴ്സ്, പുതിയതായി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഐഡിയോളജി മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിൾ കാണുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പെർഫെക്റ്റ്. യെസ്. ഈ ഒരു ചോദ്യം, അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയേ. ഇത് ഇതുവരെ PSCയിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇനി PSCയിൽ വരാൻ പോകുന്ന ഒരു ഓപ്ഷന്റെ സ്ട്രക്ചർ ആണിത്. അതാണ് നമ്മൾ എപ്പോഴും ഓടുന്ന വട്ടിക്ക് വരുമ്പോഴും മുന്നേ എന്ന് പറയുന്ന പോലെ നമ്മളൊന്ന് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചാൽ മതി. കാര്യം ഇതൊക്കെയാണ് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ കാണുമ്പോൾ പേടി വരുന്നേ ഉള്ളൂ. 3 പ്രസ്താവന തന്നിട്ടുണ്ടല്ലേ? സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3. അപ്പം അതുമായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന ചോദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ തന്നെ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്യുമ്പോൾ പാറകളിൽ വെതറിങ് നടക്കുന്നു. വെതറിങ് എന്ന് വെച്ചാൽ എന്താ? ഒരു പാറയുടെ മണ്ട സ്ഥിരമായ മഴ പെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പാറ പൊടിഞ്ഞ് മണ്ണായിട്ട് മാറുന്ന ഒരു പ്രോസസ് ഇല്ലേ, വെതറിങ്. ഈ വെതറിങ്ങിന്റെ മലയാളം എന്താ? അപക്ഷയം സംഭവിക്കുന്നു. മഴ പെയ്യുമ്പോഴും മഞ്ഞ് പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും ഒക്കെ അപക്ഷയം സംഭവിക്കില്ലേ? യെസ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സംശയമുണ്ട്. അപ്പൊ മഴ പെയ്യുമ്പോൾ അപക്ഷയം സംഭവിക്കും. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? മഴവെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അതിപ്പം അറ്റ്മോസ്ഫിയറിൽ ആവശ്യത്തിനുള്ള ഒരു വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. മഴവെള്ളത്തിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞ പ്രസ്താവന അപ്പൊ ശരിയാണോ? ശരിയാണ്.
നമുക്കറിയാം ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നതും പ്ലാന്റുകൾ പുറപ്പെടുവിക്കുന്നതെല്ലാം ഓക്സിജൻ അല്ലേ. അപ്പം മഴവെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? 3 സ്റ്റേറ്റ്മെന്റും അപ്പൊ ശരിയാണ്. ഓക്കെ, അപ്പം മഴവെള്ളത്തിൽ ആർഗൺ, കൊബാൾട്ട്, നിക്കൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇതൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. ഇത് നമുക്ക് തെറ്റാന്ന് പറയാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. യെസ്, ഒരു തന്മാത്രയെങ്കിലും ഉണ്ടായാൽ മതി അല്ലെ? പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻസിലേക്ക് ഒന്ന് പോയേ. ഓപ്ഷൻ എ പറയുന്നു സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3യും ശരിയാണ്. അത് സ്റ്റേറ്റ്മെന്റ് 1നെ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? അതായത് മഴവെള്ളത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും മഴവെള്ളത്തിലെ ഓക്സിജനും കാരണമാണ് പാറകളിൽ അപക്ഷയം സംഭവിക്കുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. അതെങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ അതിലെന്താണ് ഒരു പ്രശ്നം? എന്താണ് അത്? ശരിയാണോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വെതറിങ്ങിന് കാരണമാവൂ? കാരണമാവൂ? യെസ്, നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ആൻസർ കറക്റ്റ് തന്നെ. പക്ഷെ ഞാനൊന്ന് കോസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് തന്നെ കോൺഫിഡൻസ് പോയി. ഞാൻ അങ്ങനെ പലതും പറയും. എന്നെ നിങ്ങൾ PSC എക്സാം എടുത്ത ഒരാളായിട്ട് കണ്ടാൽ മതി. PSC എക്സാം എടുക്കുന്ന ആളുടെ ഉദ്ദേശം എന്താ? നിങ്ങളെ തെറ്റിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളുടെ കോൺഫിഡൻസിനെ ചെക്ക് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ തരും. അത് നിങ്ങൾ സ്മാർട്ടായിട്ട് അതിനെ ഓവർകം ചെയ്യണം. ഇപ്പൊ ഈ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് എന്തുകൊണ്ടാ? അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടല്ലേ? അപ്പൊ ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലേ? പോട്ടെ, ഈ നമ്മൾ സോഡ വെള്ളം കുടിക്കുമല്ലോ, സോഡ വെള്ളം അതിന് കാർബൺ ഡൈ ഓക്സൈഡാ. കുടിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഒരു അസിഡിക് നേച്ചർ തോന്നും അല്ലേ? സോഡ വെള്ളം കുടിക്കുമ്പോൾ പച്ചവെള്ളത്തിന് കുറച്ച് അസിഡിക് നേച്ചർ തോന്നും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് കുറച്ച് അസിഡിക് ആയിരിക്കത്തില്ലേ വെള്ളം? കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് അതല്ലേ? ഇത് കാരണമാണ് താജ്മഹൽ. കുറച്ച് ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ താജ്മഹലിന് ഇടയ്ക്ക് വെച്ച് പണി കിട്ടിയത് ഇങ്ങനെ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടി മഴവെള്ളത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കലരുന്നു. അത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ മാർബിളിനകത്ത്, താജ്മഹൽ മാർബിൾ ആണല്ലോ, മാർബിളിനകത്ത് കഴിയുമ്പോഴത്തേക്ക് മാർബിൾ ദ്രവിച്ചു പോകുന്നു. അതാണ് താജ്മഹലിന് ഇടയ്ക്ക് വെച്ച് കിട്ടിയ പണി. അതുകൊണ്ട് തന്നെ താജ്മഹലിന് ചുറ്റും ഇപ്പം വലിയ വലിയ വ്യവസായശാലകൾക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അവരാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തുള്ളത്. ടാച്ച് ട്രൊപ്പീസിയം സോൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കാം. തൽക്കാലം അതോട്ട് ഇരിക്കട്ടെ. ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നു പഠിച്ചത്. എക്സാക്ട്ലി, ആസിഡ് റെയിൻ ഉണ്ടാക്കും അല്ലെ? അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് തേർഡാണ് ഫസ്റ്റിനെ സ്വാധീനിക്കുന്നത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതിന് ആൻസർ എ ആണ്. ആൻസർ എ ആണ്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഇനി ഞാൻ കാര്യം പറയട്ടെ. പറഞ്ഞുതരാം. ഈ PSC ആൻസർ കീ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുന്നു. അത് PSCക്ക് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം ചില ടെക്സ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ B ആണ് കിട്ടുന്നത്. പക്ഷെ റിയൽ ആൻസർ A ആണ്. UPSC ഫൈനൽ ആൻസർ കീ ഇതിന്റെ ഇട്ടിട്ടില്ല. നാളെ ഇതിന്റെ ഫൈനൽ ആൻസർ കീ ഇടുമ്പോൾ UPSC B ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതിന്റെ യഥാർത്ഥ ആൻസർ A ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, UPSCയുടെ ആൻസർ കീയിലും തെറ്റുകൾ സംഭവിക്കാറുണ്ട്, സ്ഥിരം സംഭവിക്കുന്നതാണ്. പക്ഷെ UPSC ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാറില്ല. PSCയിലോ ഇത്രയും പ്രഷർ വരുന്ന കാരണം PSC ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ PSCയുടെ ചോദ്യ പേപ്പർ ഇടുന്ന ആൾക്കാർക്കൊന്നും ഒരു വിവരം ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ചോദ്യം ചെയ്തത്. അങ്ങനല്ല, പൊളിറ്റിക്കൽ പ്രഷർ എക്സ്ട്രീംലി ഹൈ ആ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം, ഇപ്പൊ പല ആൾക്കാരുടെ സ്വഭാവമാണ്, ഒരു ചോദ്യത്തിന് ഉത്തരം അയാൾ തെറ്റിപ്പോയി, അയാൾക്ക് അറിയാം അത് തെറ്റാണെന്ന്, എന്നാലും ചലഞ്ച് ചെയ്യാൻ നടക്കും. ഒരു 100 പേരെ കൊണ്ടോ 1000 പേരെ കൊണ്ടോ ആ ചോദ്യം ചലഞ്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ PSC ചോദ്യം മാറ്റി ബിരിയാണി കൊടുത്താലോ എന്നുള്ളതിൽ ചലഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അത് അയാൾക്കും അറിയാൻ തെറ്റാണെന്ന് ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം. എന്നാലും ബിരിയാണി കൊടുത്താലോ, ഒരുപക്ഷെ ആ ചോദ്യം ക്യാൻസൽ ആയി പോയാൽ പുള്ളിക്ക് നല്ലതല്ലേ? അപ്പൊ ഈ ഒരു ടോക്സിക് ടെൻഡൻസി നമ്മുടെ PSC കൾച്ചറിൽ ഇപ്പോൾ ഉണ്ട്. ഇത് വലിയൊരു കൂട്ടായ്മയായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ ഒരു പ്രഷർ പലപ്പോഴും PSCക്ക് താങ്ങാൻ പറ്റുന്ന PSC ചെയ്തതാണ്. UPSC ആണെങ്കിൽ നിങ്ങൾ പോയി പണി നോക്കാൻ പറയും. മനസ്സിലായില്ലേ? ചലഞ്ച് ചെയ്യാൻ പല ടെലിഗ്രാം ഗ്രൂപ്പുകളും തന്നെ ഉണ്ട്. അതാണ് UPSC ആണെങ്കിൽ പോയി പണി നോക്കാൻ പറയും. UPSC ഒരു ചോദ്യ പേപ്പർ ഫൈനലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ ഒരൊറ്റ ചോദ്യം ഒന്നും തിരുത്തിയത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തിരുത്തിയത് 2 വർഷം മുമ്പ് എന്തോ ആണ്. അല്ലെങ്കിൽ അവരെ തിരുത്തത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങളുടെ. അപ്പൊ 7th ക്വസ്റ്റ്യൻ, ഇത്തരം ഓപ്ഷന് വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ ചാറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. ഇത്തരത്തിൽ ഓപ്ഷൻ ഇനി PSC വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിക്കരുത്, ധൈര്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, ഇതൊരു ട്രാജഡി ആണ് ഇങ്ങനെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് PSCക്ക് ലീഗൽ ഇമ്മ്യൂണിറ്റി കിട്ടും. UPSCയുടെ ഫൈനൽ കീ സുപ്രീം കോടതി പോയാലും സുപ്രീം കോടതി അതിനെ തൊട്ട് കളിക്കുന്നില്ല. പക്ഷെ PSCയുടെ കേസ് അങ്ങനല്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രഷർ അവർക്ക് വരുന്നത്. ഞാൻ അതിന് അടുത്തൊരു ചോദ്യം കാണിക്കാം. അത് നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്സ് മാത്രം ജസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, യെസ്, എക്സാക്ട്ലി. സ്റ്റഡി IQ B ആണ് പറയുന്നത്. മറ്റേ വാജിറാം എനിക്ക് തോന്നുന്നു B ആണ് പറയുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ അവർ വോട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് അതാണ്. പക്ഷെ ഞാനിപ്പോ ഇതിനകത്തുള്ള സയൻസ് എക്സ്പേർട്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. വർഷങ്ങളായി ഈ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരോട് ക്രോസ് ചെക്ക് ചെയ്തു. അവർ പറഞ്ഞത് യഥാർത്ഥ ആൻസർ A ആണ്. UPSCയുടെ ആൻസർ A ആയിരിക്കും 99%. പക്ഷെ B കൊടുത്താലും നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പോ 12ാമത്തെ ചോദ്യം 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. നിങ്ങൾ ജോഗ്രഫിയുടെ ഹീറ്റ് ബഡ്ജറ്റിനെ പറ്റിയോ അറ്റ്മോസ്ഫിയറിനെ പറ്റിയോ ഒന്നും പഠിച്ചിട്ടില്ല. സ്റ്റിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യം എന്താണ്? വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറിന്റെ മലയാളം എന്താ? നീരാവി. നീരാവി. വെള്ളം ചൂടാവുമ്പോ ആവിയായി മാറും, അതെല്ലാവർക്കും അറിയാം. നീരാവി. ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എത്തുന്ന ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മുകളിലേക്ക്, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഉയരങ്ങളിലേക്ക് പോകും തോറും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നീരാവിയുടെ അളവ് കുറയും എന്നാ പറയുന്നത്. ഇത് ശരിയാണോ? മുകളിലേക്ക് പോകുമ്പോൾ നീരാവിയുടെ അളവ് കുറയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്ട് ഉണ്ട്. ചൂട് കൂടുമ്പോൾ വെള്ളം ചൂടായി നീരാവിയായിട്ട് മാറും, അത് എല്ലാവർക്കും അറിയാം. മേലോട്ട് പോകുമ്പോൾ ചൂട് കൂടുവാണോ ചൂട് കുറയുവാണോ? ചൂട് കുറയുമല്ലേ. അപ്പോൾ നീരാവി ഉണ്ടാക്കാനുള്ള ചൂടുണ്ടോ അവിടെ? വാട്ടർ വേപ്പർ ഉണ്ടോ? വാട്ടർ വേപ്പർ ആവണം, ആവിയായി പോകണമെങ്കിൽ ചൂട് വേണ്ടേ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ? ഇറ്റ്സ് പെർസെന്റേജ് ഈസ് മാക്സിമം അറ്റ് പോർട്സ്. അതായത് നീരാവിയുടെ അളവ് ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശങ്ങളിലാണെന്നാ പറയുന്നത്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഒരു കാര്യം, ധ്രുവപ്രദേശത്ത് ഭയങ്കര തണുപ്പാന്നറിയാം. ധ്രുവപ്രദേശത്ത് പോയാൽ നീരാവിയുടെ അളവ് കൂടു കുറയോ ഒന്ന് ആലോചിച്ച്. ചൂട് വേണം നീരാവി വേണമെങ്കിൽ അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. ഇപ്പൊ വാട്ടർ വേപ്പർ ഏറ്റവും കൂടുതൽ ഇക്വറ്റോറിയൽ റീജിയനിലാണ് അല്ലെ, ചൂട് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ്. അപ്പോ ഇതിന്റെ ആൻസർ A എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി. ഇതൊക്കെ ഇതിന്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരം ടെക്നിക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാർക്ക് മൈ വേർഡ്സ്, ഒരു 2-3 ഇയേഴ്സ് ഡൗൺ, ഇപ്പം തന്നെ എന്താ പറയാ, നമ്മുടെ യൂട്യൂബിൽ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗത്ത് കുറെ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. ഒരു 2-3 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഇതൊക്കെ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോഴുള്ള നിങ്ങളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അല്ല ഇത്. പലരും ഇതിനെ എതിർക്കുന്ന പോലും ഉണ്ട്, ഈ ടെക്നിക്ക് ഒന്ന് വർക്ക്ഔട്ട് ആവില്ലെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് എക്സ്ട്രാ എടുത്ത് 2 അല്ലെങ്കിൽ 3 മാർക്ക് കാരണമായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉയരാൻ പറ്റാം. അപ്പൊ ഇതിന് ആൻസർ A ആണ്. ഓക്കെ, നമുക്കിനി കുറച്ചും കൂടെ ചലഞ്ചിങ് ആയ ഒരു ടോപ്പിക്കിലേക്ക് പോയി. ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് ലോജിക്ക് മനസ്സിലായി. കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാൻ റെഡിയാണോ നിങ്ങൾ? യെസ്, ഇത് കുറച്ച് ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സമാധാനമായിട്ട് മനസ്സ് ശാന്തമാക്കി വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ചോദ്യം എന്താണ്? PFAS, പോളി ഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസ്. നിങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. എന്താ ഒരു കെമിക്കലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനെ പല കൺസ്യൂമർ പ്രോഡക്റ്റുകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലൂ ചോദ്യത്തിനകത്തുണ്ട് അല്ലെ. PFAS എന്ന് പറയുന്ന സാധനം പല കൺസ്യൂമർ പ്രോഡക്റ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാവാം. അത് ആഹാരമാകാം, KFC ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ മൊബൈൽ ഫോൺ ആകാം, നമ്മുടെ മുഖത്തുനിന്ന് പൗഡർ ആവാം, കോസ്മെറ്റിക് ആവാം, ബ്രഷ് ആവാം, പേസ്റ്റ് ആവാം, ചീപ്പ് ആവാം, എന്തോ ആവാം. പല കൺസ്യൂമർ പ്രോഡക്റ്റുകളിലും ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് പോളി ഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസ് എന്നുള്ള ക്ലൂ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അത്ര സെറ്റാണ്. ഇനി 3 സ്റ്റേറ്റ്മെന്റ്സ് നോക്കണം. 3 സ്റ്റേറ്റ്മെന്റ്സ്, ഇതിനകത്ത് ഏതാ ശരി എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഓപ്ഷൻസിനകത്ത് നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ശരിയായേ വരത്തുള്ളൂ. 2 സ്റ്റേറ്റ്മെന്റ്സ് എങ്കിലും മിനിമം ശരിയായേ വരത്തുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? PFAs are found to be widespread in drinking water, food packaging materials. അതായത് PFAs എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിനകത്തും ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽസിനകത്തും ഒക്കെ
വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണുന്നതാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് വളരെ ഈസി ആയിട്ട് ഡീഗ്രേഡ് ആയി പോകത്തില്ല. ഇപ്പം നമ്മൾ ആഹാരം കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭക്ഷണപദാർത്ഥം മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം മണ്ണിൽ അത് അലിഞ്ഞു ചേരും. പക്ഷെ ഇവര് പറയുന്ന ഈ സാധനം മണ്ണിൽ അങ്ങനെ അലിഞ്ഞു ചേരത്തില്ല, പെട്ടെന്ന് അങ്ങനെ ഡീഗ്രേഡബിൾ ആവത്തില്ല എന്നാ പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റോ, ഈ സാധനം കൂടിക്കഴിഞ്ഞാൽ PFASന്റെ എക്സ്പോഷർ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, ബയോ അക്യുമുലേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, എക്സാക്ട്ലി ഇപ്പം അതാണ് നോക്കുന്നത്, മൈക്രോ പ്ലാസ്റ്റിക്സ് വെച്ച് റിലേറ്റ് ചെയ്യാം. പക്ഷെ മൈക്രോ പ്ലാസ്റ്റിക്സിനെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം 100% ഉറപ്പാണ്, എന്താ? 2 അല്ലെങ്കിൽ 3 എല്ലാ ഓപ്ഷനിലും ഉണ്ട്. 2 അല്ലെങ്കിൽ 3 എല്ലാ ഓപ്ഷനിലും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ശരിയായേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്റെ ചോദ്യം, 2 അല്ലെങ്കിൽ 3 അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മറ്റേത് ശരിയായാലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ചോറ് കഴിക്കുന്നു, അരി വേവിച്ച് ചോറായി കഴിക്കുന്നു. ചോറ് നമ്മുടെ വയറ്റിനകത്ത് ഡീഗ്രേഡ് ആയി പൊക്കോളും അല്ലെ? അപ്പൊ വയറ്റിനകത്ത് ചോറ് ഡീഗ്രേഡ് ആയി പൊക്കോളും. പക്ഷെ നമ്മൾ ചോറിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ആവാത്ത സാധനം ഉണ്ടെങ്കിലോ, അത് ശരീരത്തിന് അക്യുമുലേറ്റ്, ആർസനിക് ഉണ്ടെങ്കിലോ ശരീരത്തിൽ അക്യുമുലേറ്റ് അവസാനം ക്യാൻസർ ഒക്കെ വരും. അപ്പോ ഈ സംഭവം ഒരു ഡീഗ്രേഡബിൾ അല്ലാത്തൊരു സംഭവം, ബയോളജിക്കലായിട്ട് ഡീഗ്രേഡബിൾ അല്ലാത്തൊരു സംഭവം ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യത്തില്ല. ചിലത് എക്സ്ക്രീഷനിൽ കൂടെ പോകും, ഇല്ലെന്നല്ല പറയുന്നത്, എക്സ്ക്രീഷനിൽ കൂടെ പോകും. പക്ഷെ ചിലത് പോവാതെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ 3 ശരിയായേ പറ്റൂ, 3 ശരിയാണെങ്കിൽ 2 ശരിയായേ പറ്റൂ, സംശയമൊന്നുമില്ല. ഇത്ര സംഭവം ക്ലിയർ ആണോ? അപ്പൊ 2 and 3 വന്നേ പറ്റത്തുള്ളൂ. അത് കോമൺ സെൻസ് ആണ്. 2 and 3. അപ്പൊ ഇതിന് ഉത്തരം ഒന്നിൽ ബി വരും അല്ലെങ്കിൽ ഡി വരും. ബി വരും അല്ലെങ്കിൽ ഡി വരും. ഇത് ഞാനിപ്പോ വിശദീകരിച്ച് പറയുന്നതാണ് ഇത്ര സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു 7 സെക്കൻഡ്സിൽ കൂടുതൽ വേണ്ട, 7 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ഇനി അടുത്ത ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരും എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽസ്, ഇതിനകത്തൊക്കെ PFAS ഉപയോഗിക്കൂ? എന്റെ പൊന്നു പിള്ളേരെ, ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ശരീരത്തിനകത്ത് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എവിടുന്നാ വരേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരീരത്തിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന സംഭവത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. അപ്പൊ ഇത് പിന്നെ എവിടുന്നാ വരേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ കോമഡി മനസ്സിലായോ? അപ്പം 2ഉം 3ഉം ശരിയാണെങ്കിൽ 1 ശരിയായാലും ആഹാരം കഴിച്ചാലല്ലേ അകത്തേക്ക് പോകത്തുള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ എക്സംഷൻ ഉണ്ട്, അങ്ങനെ അല്ലെന്നല്ല പറഞ്ഞത്, അതിലേക്ക് ഞാൻ വരാം. കഴിച്ചാലല്ലേ വരത്തുള്ളൂ. അപ്പൊ ഈ PFAS എന്ന് പറയുന്ന സംഭവത്തിന്റെ ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ അതിന്റെ ഡീഗ്രേഡേഷൻ റേറ്റോ പഠിക്കേണ്ട കാര്യമുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ? അതിന് മാജിക് നിങ്ങൾക്ക് മനസ്സിലായോ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, കട്ട ഡിഫിക്കൽട്ട് ആണ്, കേട്ടിട്ടൂരില്ലാത്ത സാധനമാണ്. പക്ഷെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി, ഡിയിലേക്ക് എത്തി. അപ്പോൾ UPSC എന്ന് പറയുന്ന സംഭവം ഇത്ര ഈസിയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, PSCയുടെ എലിമിനേഷൻ ഇത്ര ഈസി അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് PSCയുടെ പ്രിലിംസ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC പ്രിലിംസിനേക്കാൾ ചലഞ്ചിങ് ആണ്. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ജോലി PSCയിൽ സേഫ് ആൻഡ് സെക്യൂർ ആക്കിയതിനു ശേഷം സിവിൽ സർവീസസിന് വേണ്ടി തയ്യാറെടുക്കാം. കാര്യം നിങ്ങളുടെ ഒരു പഠന നിലവാരവും ഇപ്പൊ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിന്റെ രീതിയിൽ നിങ്ങളുടെ പഠന നിലവാരവും അത് തമ്മിൽ വലിയ അന്തരമില്ല. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് മാത്രം എക്സ്ട്രാ ആയിട്ടൊന്ന് തയ്യാറെടുത്താൽ മതി. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് മാത്രം മതി നിങ്ങൾക്ക് UPSC പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അതേ മെറ്റീരിയൽ അതേ കണ്ടന്റാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇതിന് ആൻസർ ഡിയിലേക്ക് നമ്മൾ എത്തി. ഇനി ഞാനൊരു ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. PFAS എന്നുള്ളത് മാറ്റുക, ഇതിന് പകരം മൈക്രോ പ്ലാസ്റ്റിക് എന്നതായിരിക്കട്ടെ. മൈക്രോ പ്ലാസ്റ്റിക്, ഇത് വലിയ കത്തി നിൽക്കുന്ന വാർത്തയാണ്. മൈക്രോ പ്ലാസ്റ്റിക്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില പ്ലാസ്റ്റിക്കുകളുണ്ട്. അതാണ് ചോദ്യമെങ്കിൽ ഇതിന് ഉത്തരം എന്ത് വരും? മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നാണ് ചോദ്യമെങ്കിൽ ഇതിന് ഉത്തരം എന്ത് വരും? ഡി തന്നെ വരും അല്ലെ? ഡി തന്നെ വരും. എക്സാക്ട്ലി. മൈക്രോ പ്ലാസ്റ്റിക് പിന്നെ നമ്മൾ സ്ക്രബ്ബേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്, അല്ലെങ്കിൽ കോസ്മെറ്റിക്സിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് ഒലിച്ചിറങ്ങി വെള്ളത്തിനകത്ത് പോകും, വെള്ളം വരെ നമ്മൾ കുടിക്കും, നമുക്ക് പണി കിട്ടും. മൈക്രോ പ്ലാസ്റ്റിക്സ് ബാൻ ചെയ്തു. ഇപ്പൊ അമ്മമാരുടെ മുലപ്പാലിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തിയിട്ടുണ്ട്, നല്ല ഹൈ റേറ്റിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ അതിനെ ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത ഉത്തരത്തിലേക്ക് എത്തുക. ഇതൊക്കെ ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, തള്ള് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതൊന്നും തെറ്റാവാൻ ഒക്കത്തില്ല. യെസ്. അപ്പം ക്ലാസ് ഈ ഒരു ചോദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കുറച്ചും കൂടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ ചോദ്യം കണ്ട് ടെൻഷൻ ആവാതെ
ഒരു കോൺഫിഡൻസോട് കൂടി അത് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് പുതിയ കുറച്ച് ഓപ്ഷൻസിന്റെ പാറ്റേണിലേക്കൊക്കെ പോവാം. ഇതൊക്കെ PSC ഇപ്പോഴാണ് ചോദിച്ചു തുടങ്ങിയത്. UPSC ഇത് വർഷങ്ങളായിട്ടുള്ള ഓപ്ഷന്റെ പാറ്റേൺ ആണ്. അപ്പൊ ഇത് എവിടെ നിന്നാണ് PSC ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, അസേർഷൻ, റീസണിംഗ് ഒക്കെ എവിടെ നിന്നാണ് ഇപ്പൊ മനസ്സിലായി. എല്ലാം UPSC അടിച്ചു മാറ്റുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങളുടെ കൂടുതൽ ചൂയിങ്കം യൂസ് ചെയ്യാതെ ആരും കാണത്തില്ലോ. ചൂയിങ്കം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചോദ്യം എന്താണ്? ചൂയിങ്കം മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കിട്ടുന്ന ചൂയിങ്കം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ആൾക്കാര് ചൂയിങ്കം ചവച്ചിട്ട് അപ്പുറത്ത് സ്പിറ്റ് ചെയ്ത് വെക്കും. ചില ആൾക്കാര് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചൂയിങ്കം ഒക്കെ ചവച്ചിട്ട് ബെഞ്ചിന്റെ ഒക്കെ അടിയിൽ ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ അവിടെ ഇരിക്കുന്ന ആളുടെ കയ്യിൽ അത് പറ്റും, ബാക്കിലൊക്കെ ഒട്ടിച്ചു വെക്കും. അങ്ങനെ പല പല പരിപാടി കാണിച്ചുള്ള ബിരുദന്മാരോട് ഉണ്ടായിരിക്കും. അപ്പൊ ചൂയിങ്കം എന്ന് പറയുന്ന സംഭവം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? പല ചൂയിങ്കത്തിലും പ്ലാസ്റ്റിക്കിന്റെ ബേസ് ഉണ്ടെന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ബേസ് ഉണ്ടെന്ന് പറയുന്നത് ഇത് ശരിയാണോ? പല ചൂയിങ്കത്തിലും പ്ലാസ്റ്റിക്കിന്റെ ബേസ്. ചൂയിങ്കം ഞം 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 ചമച്ച് നോക്കിയിട്ടുള്ള ആൾക്കാരെന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ഒരു കാലമൊന്നും അല്ലെ. ചൂയിങ്കം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഒരു 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 ഇതുണ്ടോ അതോ ഇല്ലയോ? യെസ്, ഉണ്ടാവും. എക്സാക്ട്ലി ഉണ്ട്. സംശയം എന്താണത്? അതൊരു സേഫ് ഗസ്സാ. നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് കരുതിയിട്ടല്ല നമ്മൾ ചൂയിങ്കം ചവച്ചത്. പക്ഷെ ഇപ്പൊ ചോദ്യം കണ്ടപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഒരു സേഫ് ഗസ് വർക്ക് ആണത്. സേഫ് ഗസ് വർക്ക് ആണ്. ഈ ഒരു ഗസ് വർക്ക് നിങ്ങൾ എടുക്കണം അല്ലെ. ഇതെന്തായാലും ഉണ്ടാവും. പണ്ട് ബബിൾഗം ഭയങ്കര ഒരു അഡിക്ഷൻ ആണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ബബിൾഗം എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷെ ഇപ്പം മാറി. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ സ്റ്റേറ്റ്മെന്റ് 2. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് അങ്ങനെ ഡീഗ്രേഡ് ആയി പോകുന്നില്ല, അതുകൊണ്ടാണ് എൻവയോൺമെന്റൽ ഇത് ഉണ്ടാവുന്നത്. യെസ്, ബൂമർ. ആ ബൂമറിന്റെ കവർ സ്റ്റിക്കറിനകത്ത് ഒരു ഒരു സൂപ്പർ ഹീറോയെ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? പുള്ളിയുടെ കൈ ഇങ്ങനെ ബൂമർ പോലെ ഇങ്ങനെ നീണ്ടുപോകും. അതൊക്കെ ഒരു കാലം അല്ലെ. പണ്ട് ബൂമർ വാങ്ങിക്കുമ്പോൾ അവരുടെ സ്റ്റിക്കർ ഫ്രീ കിട്ടുമായിരുന്നു. 90s കിഡ്സിന് അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു എക്സോട്ടിക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ബൂമർ ഇങ്ങനെ ഇളക്കുമ്പോൾ അതിനകത്തൊരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഭയങ്കര രസമുള്ള ഡിസൈൻ, നമ്മൾ കയ്യിലൊക്കെ ഒട്ടിച്ചു വെക്കും. അതൊക്കെ ഒരു കാലം അല്ലെ. യെസ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. കമന്റ് സെക്ഷൻ നോക്കട്ടെ. അതെ അതെ അതെ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ബൂമർ പരിപാടി. അപ്പോ 29ാമത്തെ ചോദ്യം അല്ലെ, 29th ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഭയങ്കര രസകരമായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം എന്താണ്? 3 കാര്യങ്ങൾ ഇതിനകത്ത് എത്ര എണ്ണമാണ് പോയിസണസ് എന്നാണ് ചോദിക്കുന്നത്. എത്ര എണ്ണമാണ് വിഷാംശം ഉള്ള ഈ സ്പീഷീസിന്റെ കൂട്ടത്തില് വിഷാംശമുള്ള സ്പീഷീസ് കാണാൻ സാധ്യത ഇതിനകത്താന്ന ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നല്ല, ഒൺലി 1 എന്ന അർത്ഥം. അത് ഏതോ ഒരെണ്ണം ഒൺലി 2, ഓൾ ദ 3, നൺ ഓഫ് ദി അങ്ങനെയാണെ വായിക്കേണ്ടത്. അല്ല ഒൺലി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 എന്നല്ല അർത്ഥം. ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ ആയിരക്കണക്കിന് സ്പീഷീസ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും വിഷം കാണത്തില്ലേ? ഫിഷ്, മത്സ്യം, ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും വിഷം കാണത്തില്ലേ? ഫിഷ്. ഫ്രോഗ്, തവളകളുടെ കൂട്ടത്തിൽ വിഷമുള്ളത് ഉണ്ട്. സംശയം തരാത്ത കാര്യമാണ് അല്ലെ. വിഷമുള്ളതുണ്ട്. എക്സാക്ട്ലി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, മാമൽ സസ്തനികൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മാമൽ എന്നുണ്ടായിരുന്നെങ്കിലോ? മാമലിന്റെ കൂട്ടത്തിൽ ഏതാ? പഫിൻ ഫിഷ്. എക്സാക്ട്ലി, ഫിഷിന്റെ കൂട്ടത്തിൽ. മാമലിന്റെ കൂട്ടത്തിലുണ്ട്. അത് PSC ചോദ്യം ഉണ്ടല്ലോ, വിഷാംശമുള്ള മാമൽ ഏതാ, അല്ലെങ്കിൽ പോയിസണസ് സംഭവമുള്ള മാമൽ ഏതാ? സസ്തനി. ഓക്കെ. ബാറ്റ്മാൻ. പ്ലാറ്റിപ്പസിന് പോയിസൺ അല്ലേ? പ്ലാറ്റിപ്പസിന് പോയിസൺ ഉണ്ടെന്ന് തോന്നല്ലേ? എക്സാക്ട്ലി. അപ്പോ സ്ക്വയറൽ, അണ്ണാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ? സ്ക്വയറൽ, അണ്ണാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ? അണ്ണാറക്കണ്ണനും തന്നാലായത്. ശരിയാവും. അണ്ണാൻ എന്നുള്ള ഓപ്ഷൻ ശരിയാവും.
എത്രയോ സ്പീഷീസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്പീഷീസ്, പല്ലി, ലിസാർഡ് എന്നാണെങ്കിലോ, പല്ലി, ഈച്ച, മുയൽ, മുയൽ വരത്തില്ല, ഹെർബിവോറസ് ആണ്, വളരെ ഒബ്യൂസ് ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിക്കാം, ഇതൊക്കെ നമ്മൾ കോമൺ സെൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അവർ ഇട്ടിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോ നമുക്ക് ഒരു UPSC ചോദ്യം കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട്, ഒരാള് കമന്റ് ചെയ്യുന്നത് മനുഷ്യൻ തന്നെ, മനുഷ്യൻ, വിഷാംശമുള്ള മനുഷ്യൻ. യെസ്. പക്ഷെ നമ്മുടെ ടോക്സിൻസ് ബയോളജിക്കൽ അല്ല, അത് ഇമോഷണൽ ആണ് അല്ലെ? യെസ്. അപ്പൊ അടുത്തൊരു ചോദ്യം, ആ ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ, ഓക്കെ. ആ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത് നമുക്ക് പുതിയ ഓപ്ഷൻസിന്റെ പാറ്റേൺസ് ഒന്ന് പരിചയപ്പെടാം. 36ാമത്തെ ചോദ്യം. 36. ചോദ്യം എന്താ? ഹൈഡ്രോജൽ എന്താണ് നിങ്ങൾക്ക് അറിയത്തില്ല. ഹൈഡ്രോജൽ ആരും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെ പഠിച്ചു കാണത്തില്ല അല്ലെ? അപ്പൊ KP ആണ് ചോദിക്കുന്നത്, അത് ഹെർബിവോറസ് വന്ന് ഒഴിവാക്കാമോ? പോയിസണസ് സ്പീഷീസിന് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഹെർബിവോറസിനകത്തും വിഷാംശമുള്ള ഹെർബിവോറസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, യെസ്. യെസ്. അപ്പൊ അടുത്തൊരു ചോദ്യം, ഹൈഡ്രോജൽ. എക്സാക്ട്, ഹൈഡ്രോജൽ. ഈ ഹൈഡ്രോജലിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി ഇൻ പേഷ്യൻസ്. അതായത് ഒരു പേഷ്യന്റിന്റെ ഉള്ളിലേക്ക് മരുന്നിനെ കൺട്രോൾ ചെയ്ത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹൈഡ്രോജൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, AC-കളിൽ അല്ലെങ്കിൽ മൊബൈൽ ആയിട്ടുള്ള എയർ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നു ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ് ഉണ്ട് അല്ലെ? ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ്, ഈ ഗ്രീസ് ഒക്കെ പോലെ വ്യവസായശാലകൾ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിനകത്ത് ശരിയാവാൻ സാധ്യത ഏറ്റവും ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതൊരു ജെല്ലാണ്, ഹൈഡ്രോ ജെല്ലാണ് അല്ലെ? ഹൈഡ്രോ മീൻസ് വെള്ളത്തിന്റെ അംശമുള്ളത്, ജെൽ മീൻസ് ജെൽ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഈ കൂട്ടത്തില് ഇത് ലൂബ്രിക്കന്റ് ആവാനുള്ള സാധ്യത എക്സ്ട്രീമിലി ഹൈ അല്ലേ? ഹൈഡ്രോജൽ ഒരു ലൂബ്രിക്കന്റ് ആവാനുള്ള സാധ്യത എക്സ്ട്രീമിലി ഹൈ അല്ലേ? അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. തേർഡ് സ്റ്റേറ്റ് ഹൈഡ്രോ ജെല്ലാണ്. ജെല്ലാകുമ്പോഴത്തേക്ക് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും, അത് സ്വാഭാവികമാണ്. അപ്പോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ അതിന് ഉത്തരം C അല്ലെങ്കിൽ D വരും. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. സെറ്റാണത്. പിന്നെ അടുത്ത ഒരേ ഒരു ചോദ്യം, ഇതിനെ ഈ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ മരുന്നിന്റെ അല്ലെങ്കിൽ ഡ്രഗിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നുള്ളതാണ് അടുത്ത ചോദ്യം. കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി ഇൻ പേഷ്യൻസ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ആപ്ലിക്കേഷനുള്ള സംഭവമാണെന്ന് മനസ്സിലായി. ഹൈഡ്രോ ഉണ്ട്, ജെല്ലും ഉണ്ട്. അപ്പൊ ഇത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണോ? ഇതൊന്നും ആരും പഠിച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ ഇതിന് ഉത്തരം C വരുമോ D വരുമോ? നിങ്ങൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. യെസ്. എല്ലാവരും പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഓക്കെ. സോ ഇതൊരു ഇത് നമ്മളൊരു ഒരു പ്രോഡക്റ്റ്, ഒരു കെമിക്കലിന്റെ ആപ്ലിക്കേഷൻ, ആ കെമിക്കൽ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള ഒരുവിധം എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാവാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. ബിക്കോസ് ഇതൊരു കെമിക്കലാണ്. ഇതൊക്കെ എവിടെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? ഡ്രഗ് ഡെലിവറി നടത്തുന്ന ആ ഒരു മെക്കാനിസത്തിനകത്ത് ഇതിന്റെ ഒരു എന്തെങ്കിലും ആപ്ലിക്കേഷൻ കാണത്തില്ലേ? പോട്ടെ, ചോദിക്കാം. ഹൈഡ്രോജെൽ എന്നാണ് പറയുന്നത്. ജെല്ലുണ്ട്, ജെല്ലിന്റെ രൂപത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്, നമുക്കറിയാം. ഹൈഡ്രോ അതൊരു വാട്ടർ ബേസ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഹൈഡ്രോജെൽ, അപ്പൊ അത് മരുന്നിനകത്ത് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം? കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി, കൺട്രോൾ ഡ്രഗ് ഡെലിവറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോഡേൺ പാത്തോളജിയിൽ പറഞ്ഞൊരു കാര്യമാണ്. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പാരസെറ്റാമോൾ കഴിക്കുന്നത്, ഇപ്പൊ ലോകത്തിൽ ഏറ്റവും അധികം പാരസെറ്റാമോൾ കൺസംഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഒരു ഉത്തരത്തിലേക്ക് വരാം കേട്ടോ. നമ്മൾ ചോറിന് പകരം പറക്കി കഴിക്കുന്ന പാരസെറ്റമോൾ ആണ്. പനി വന്നു എല്ലാവരും പാരസെറ്റമോൾ കഴിക്കും. പക്ഷെ പാരസെറ്റമോൾ കഴിയുമ്പോൾ പ്രശ്നം എന്താ? അത് നമ്മുടെ വയറ്റിലേക്ക് പോകും. വയറ്റിൽ നിന്ന് അത് ഒരുവിധം എല്ലാ ഓർഗൻസിലോട്ടും അബ്സോർബ്ഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ തലവേദനയ്ക്ക് അനാൾജിനോ അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിക്കുന്നു, നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ കിഡ്നിയിലോട്ട് അബ്സോർബ്ഡ് ആവുന്നു, തലയിലേക്ക് എല്ലായിടത്തോട്ടും അബ്സോർബ്ഡ് ആവുന്നു. പക്ഷെ അതില് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം അത് പ്രശ്നമുള്ള ആ ഒരു ശരീരത്തിലെ ഭാഗത്തിലേക്ക് തന്നെ പോണ്ടേ? അല്ലെങ്കിൽ പോട്ടെ,
നിങ്ങൾക്കിപ്പം ചറപറാന്ന് മരുന്ന് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് പനി വരികയാണെങ്കിൽ നിങ്ങൾ 3 നേരം മരുന്ന് കഴിക്കും. എന്തുകൊണ്ടാ? നിങ്ങൾ കഴിക്കുന്ന മരുന്ന് അനാവശ്യമായിട്ട് യൂറിനിൽ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിൽ എക്സ്ക്രീറ്റ് ആയി പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന മരുന്നിന്റെ ഡ്രഗ് ഡെലിവർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ടാർഗറ്റഡ് ഏരിയയിൽ ഡെലിവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സൈഡ് എഫക്റ്റ് ഒക്കെ ഒഴിവായിക്കൂടെ? നിങ്ങളുടെ ഒരു ബെനിഫിറ്റ്. അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യുന്നു, ക്യാൻസർ പേഷ്യൻസ് കീമോതെറാപ്പി ചെയ്യുന്നു. കീമോതെറാപ്പി ചെയ്യുമ്പോൾ തലമുടി മൊത്തം പോകുന്നു. അത് കൃത്യമായി ക്യാൻസർ സെല്ലിനേക്ക് മാത്രം നമുക്ക് ആ തെറാപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സൈഡ് എഫക്ട്സ് നമുക്ക് നന്നായിട്ട് ഒഴിവായിക്കൂടെ? സീറോ ആക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ കുറെ ഒഴിവായിക്കൂടെ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എക്സാക്ട്ലി അത്. ഇപ്പം ആന്റിബയോട്ടിക്സ് ചവറുപോലെ വാരി കഴിച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസണും ഇതാണ്. അപ്പൊ ഇത്തരം ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് മോഡേൺ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ആണ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി, കൺട്രോൾ ഡ്രഗ് ഡെലിവറി ഒക്കെ. ഇതിനെ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യും, നാനോ റോബോട്ട്സിനെ യൂസ് ചെയ്യും. നമ്മൾ ബ്ലഡ് സ്ട്രീം ചെയ്യുന്ന നാനോ റോബോട്ട്സ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ വാക്കിൽ നിന്ന് കിട്ടിയല്ലോ, കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി ഇൻ പേഷ്യൻസ് അല്ലെ? യെസ്, എക്സാക്ട്ലി. വെരി ഗുഡ്. അപ്പം ഇതെന്തായാലും അവിടെ യൂസ് ചെയ്യാൻ പറ്റണതല്ലേ? ഇനി നിങ്ങളുടെ ഒരു ചിന്ത, അതായത് ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നത് എങ്ങനെയാ ചിന്തിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ 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 എക്സാക്ട്ലി. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും പല ആൻസറുകളും പലതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ യഥാർത്ഥ ആൻസർ ഇത് തന്നെയാണ്. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു പല സോഴ്സിലും അല്ലെ? ഫെർട്ടിലൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലോ അത് ഇതിനകത്ത് വരുമോ? ഫെർട്ടിലൈസർ, വളം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോജൻ ഉപയോഗിക്കുമോ? യെസ്, യൂസബിൾ ആണ്. കാരണം ഇതൊരു കെമിക്കലാണ്. ഒരു കെമിക്കലിന് 10,000-കണക്കിന് ആപ്ലിക്കേഷൻസ് കാണും. 10,000-കണക്കിന് ലക്ഷക്കണക്കിനുള്ള ആപ്ലിക്കേഷൻസ് കാണും. ഉറപ്പായിട്ടും ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ, ലോകത്തിലെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഒരു മെഷീനകത്ത് ഇത് ഉപയോഗിച്ചാൽ മതി, ആൻസർ കറക്റ്റ് ആവും. അടുത്ത ചോദ്യം, കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സ് അതിനകത്ത് ഇത് യൂസ് ചെയ്യും. ഇപ്പൊ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഫെയർനെസ് ക്രീം അതിനകത്ത് യൂസ് ചെയ്യോ? ഹൈഡ്രോലിക് കാണും. സംശയം എന്താ? കാണും. അതിന് ജെല്ലല്ലേ? കാണും. അല്ലെങ്കിൽ മെഡിസിൻസ്, മരുന്നുകളിൽ യൂസ് ചെയ്യോ? കാണും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കാൻ. ഹൈഡ്രോജൻ എന്നൊരു സംഭവം, ഹൈഡ്രോജൻ എന്താന്ന് അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കാതെ ഇതൊരു കെമിക്കൽ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഹൈഡ്രജനുമായിട്ട് എന്തോ ബന്ധമുണ്ട്? ജെല്ലാണ്. ജെല്ലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC പ്രിലിംസ് പോലും നിങ്ങൾക്ക് ഈസി ആണ് ഇനി മുതൽ. അതുകൊണ്ട് തന്നെ PSCയിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഈസി ആയിട്ട് മാറും. കോൺഫിഡൻസ് ആണ് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ വേണ്ടത്. ഇതൊക്കെ ഇത്രയും നമ്മൾ ഇന്റൻസീവായിട്ട് ട്രെയിനിങ് കൊടുത്ത് വിടും. കുറെ ആൾക്കാരൊക്കെ എക്സാം ഹോളിൽ പോയി ഇത് അപ്ലൈ ചെയ്യും. സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും ഇരുന്നിട്ടും പല സ്റ്റുഡൻസും പിന്നെ ചിലപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട്, സർ എക്സാം ഹോളിൽ വരുമ്പോൾ എനിക്ക് ഇത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ബിക്കോസ് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇത് മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. എന്റെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യപേപ്പർ എടുത്ത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊക്കെ ടീച്ചേഴ്സിന്റെ പണി ഏറ്റവും എളുപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ടീച്ചേഴ്സിന് ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റും. വളരെ എളുപ്പമുള്ള പണിയാണ് ഞങ്ങൾ ചെയ്തിട്ട് പോകും. പക്ഷെ പിന്നെ കുത്തിയിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ള നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ക്ലാസ്സിലിരിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആണ്. ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ ചോദ്യം കിട്ടുന്നതാണ് ഗെയിം ചേഞ്ചർ. എന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഞാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നെങ്കിലാണ് നിങ്ങൾക്ക് ഇത് ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിനി PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പൊ ഡിഗ്രി മെയിൻസ് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 10th +2 എക്സാംസിൽ ഞാൻ അത്രയും ഉറപ്പ് പറയുന്നില്ല. പക്ഷേ PSC ആണ്, എന്ത് സംഭവിക്കാൻ വന്നാൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ നമ്മൾ ഒരു മുഴുവൻ മുന്നേ അങ്ങ് എറിയാം. ഓക്കെ, ഇതുവരെ ജനറൽ PSC അങ്ങനെ വന്നിട്ടില്ല, നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയതായിട്ടുള്ള ചില ഓപ്ഷൻസിന്റെ പാറ്റേൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചോദ്യത്തിനകത്ത് കണ്ട നമ്മൾ ഞെട്ടിപ്പോ. ഇതിന്റെ കണ്ടന്റ് കിട്ടാത്ത ആൾക്കാർ പേടിക്കണം. ജസ്റ്റ് ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കേരള ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾക്ക് ഇതൊക്കെ അരച്ച് കലക്കി കിട്ടും. തൽക്കാലം ഇതിന്റെ അപ്രോച്ച് മാത്രം എടുക്കുക, അപ്രോച്ച് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ചോദ്യം എന്താണ്? ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാന്നാ പറയുന്നത്. ചിലപ്പോ ഇവിടെ തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിരിക്കും ചോദിക്കുക. അതിന് റിലവൻസ് ഇല്ല, ഓപ്ഷൻസിൽ മാത്രമാണ് റിലവൻസ്. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാ, സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു അല്ലെങ്കിൽ
പുനലൂർ തൂക്കുപാലം വിട്ടു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിക്കുന്ന ആരാ? അത് മൂലം തിരുനാളാ. അത് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും. തൽക്കാലം ഇത് തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലാക്കുക. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാ, തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. അപ്പം കറക്റ്റ്, കറക്റ്റ്, റോങ്, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ്, 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 നോട്ട് കറക്റ്റ്, കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ഇത് ബേസിക് ഫാക്ടുകൾ മാത്രമേ ഉള്ളൂ. ബേസിക് ഫാക്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് വേണം നമ്മൾ എന്തിലേക്ക് എത്താൻ? ഉത്തരത്തിലേക്ക് എത്താൻ. അപ്പൊ ഈ ടൈപ്പ് ചോദ്യം വരുമ്പോൾ മനസ്സിലായല്ലോ, സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഓപ്ഷൻസിൽ നിന്ന് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. ഈ ടൈപ്പ് സംഭവം വരുമ്പോഴത്തേക്കും ക്ലിയർ ആണല്ലോ. ഈ ടൈപ്പ് സംഭവത്ത് ഓപ്ഷൻസിൽ നിന്നാണ് ഉത്തരത്തിലേക്ക് എത്താൻ. ഇത് പല രീതിയിലും പല കുമ്പിടിയാണ്. ഇത് കുമ്പിടി, മറ്റേ നന്ദന സിനിമയിലെ ചെയ്ത പല രീതിയിലും പല ഫോമിലും കാണും. ചിലയിടത്ത് ഇത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ എ ബി സി. അപ്പൊ A1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എ ബി സി ആണ്. A1 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, A2 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, സി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, CR എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. മനസ്സിലായി? അങ്ങനെ കണക്ട് ചെയ്യേണ്ടി വരും. ഇത് ഏത് രീതിയിൽ ഏത് ഫോമിൽ അവർക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് ചോദിക്കും. പക്ഷെ ഇതിന്റെ ഫിലോസഫി ഈസ് വെരി ബേസിക്. അത് ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻസ് അങ്ങോട്ട് പോയാൽ മതി, നിങ്ങൾ ഇത് നോക്കണ്ട. ഓക്കെ, ഇവിടെ 3 ഡയമെൻഷനിലുള്ള മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ 2 ഡയമെൻഷൻ അല്ലേ? ഇത് 3 ഡയമെൻഷനുള്ള മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? 1BQ ആണ്. 1B സോറി ക്യൂ അല്ലേ? 1BQ. ഓക്കെ. സുപ്നിൽ കുശാലെ ഗുസ്തി ഹരിയാന. അത് ശരിയായിട്ടുള്ള സംഭവമല്ല. സ്വപ്നിൽ ഏതാണ്? 50 മീറ്റർ എയർ റൈഫിൾ ആണ്, ഗുസ്തിത്താരമല്ല. അപ്പൊ തന്നെ 1B കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് കിട്ടാത്ത ആൾക്കാരെ പേടിക്കണ്ട, ഇതിനൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഇതിന്റെ അപ്രോച്ച് മാത്രം, ഇനി ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ബേസിക് ഫാക്ട് ആണ്, അല്ലേ? അപ്പൊ ഇവിടെ ഗുസ്തി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതങ്ങ് ഓപ്ഷൻ വെട്ടി. അടുത്ത് 2A ആണ്, അല്ലേ? 2 അമാൻ സെഹ്റാവത്ത് 10 മീറ്റർ എയർ പിസ്റ്റലാന്ന് പറയുന്നത്. പക്ഷെ അമാൻ ഗുസ്തിക്കാരനല്ലേ? അപ്പൊ അതും അല്ല. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉത്തരം ഡി ആണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്കും അജന്ത ശരത് കുമാർ എന്ന് പറയുമ്പോൾ ടേബിൾ ടെന്നീസ് ആണ്. അത് തമിഴ്നാട് ആണ്. അപ്പൊ അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും അവസാനമാണ് ഇവിടെ ഓപ്ഷൻസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. GK ഇതുവരെ പീസിൽ ഇത് വന്നിട്ടില്ല. ഞാനൊരു മോക്ക് ഇതായിട്ട് ഒരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ മനസ്സിലായോ? ഓപ്ഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഏതാണ് കറക്റ്റ് കണക്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ജനറലി ഇവിടെ ചോദിക്കുക. ബാക്കിയുള്ള എല്ലാവരും സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് എത്തണം. സെറ്റാണോ? ഈ ചോദ്യം സെറ്റാണോ? സ്പോർട്സിന്റെ തരാൻ ശ്രമിക്കുക കേട്ടോ. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്കിനി അടുത്ത പുതിയൊരു പാറ്റേണിലേക്ക് പോയാലോ? പുതിയൊരു പാറ്റേൺ. ഇത് പുതിയ പാറ്റേൺ അല്ല, ഇത് പഴയൊരു പാറ്റേൺ ആണ്. എന്നാലും ജസ്റ്റ് നോക്കാം. മൗലാന അബ്ദുൽ കലാമിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ഇതിനകത്ത് ഏതാണ് തെറ്റായ പ്രസ്താവന? മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നെയ് തലിബ്. ഇത് ഗാന്ധിജിയുടെ ആണ്, ഇദ്ദേഹത്തിന്റെ. അപ്പൊ 4D ആണ് ഉത്തരത്തിലേക്ക്. ടി അല്ലെ? മൗലാന അബ്ദുൽ കലാമിന്റെ നെയ് തലിബ്. 4. നമുക്കിനി ഇപ്പൊ ഇതൊരു ഈസി ചോദ്യമാണ്. നമുക്കിന് വേറെ പുതിയൊരു പാറ്റേണിലെ ഓപ്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം എന്താണ്? പത്മ അവാർഡുമായി ബന്ധപ്പെട്ട താഴ്ത്തന്നിരിക്കുന്നത് എത്ര പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രസ്താവനയാണോ? ഇത് സ്റ്റേറ്റ്മെന്റ് 1 എന്നല്ല ഇതിന്റെ മീനിങ്. സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ള മീനിങ് അല്ല. ഒരു പ്രസ്താവന, 4 പ്രസ്താവന, ഒരു പ്രസ്താവനയാണോ ശരി? 2 എണ്ണം ശരിയാണോ? 3 എണ്ണം ശരിയാണോ? 4 എണ്ണം ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് UPSC നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചോദ്യമാണ്. അപ്പൊ അത് ഇനി PSCയിൽ ഇനി വരാൻ പോവുകയാണ്. നിങ്ങൾ ഇപ്പോഴേ അത് പഠിച്ചങ്ങ് വെക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പത്മ അവാർഡ്സ് 132 പേർക്കാണ് പത്മ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ടോട്ടൽ എത്ര പേർക്കാണ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? എത്ര മലയാളികൾക്കാണ്? 6 മലയാളിക്കാണോ? 8 മലയാളികൾക്കാണ്? ഇത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിനകത്ത് തേർഡും ഫോർത്തും സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, അല്ലെ? അപ്പൊ മൊത്തത്തില് 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനകത്ത് ചെയ്ത എണ്ണമാണ്, സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ.
ഒരു ഇത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല. അപ്പം ഇത് മറ്റൊരു അതിന്റെ പഴയ വീഞ്ഞ് പുതിയ കുപ്പി തൊട്ടു മുമ്പേ കാണിച്ച ചോദ്യത്തിനെ തന്നെ വേറൊരു രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലെ? വെറും ഫാബ്രിക്കേഷൻ ആണ്. നിങ്ങൾ നോക്കിയേ, നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ ഇത്. 1954 പാർലമെന്റ് പാസാക്കി ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എത്ര പ്രസ്താവനകളാണ് ശരിയെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ക്ലാസ് കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ഒരൊറ്റ പ്രസ്താവന മാത്രമാണ് ശരി, അല്ലെ? 4th സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. ഇതെങ്ങനെ ഇതിന്റെ എലിമിനേഷൻ യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക? ഇതിനകത്ത് എലിമിനേഷൻ യൂസ് ചെയ്ത് എങ്ങനെ എത്താൻ പറ്റുക? നിങ്ങൾ പഠിച്ചിട്ടില്ല തന്നെ ചോദിക്കട്ടെ. IET യൂസ് ചെയ്തതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ? ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ്സും പരസ്പരം വിരുദ്ധമല്ലേ? ചോദിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഇവിടെ 14 സംസ്ഥാനങ്ങളും 9 യൂണിയൻ ടെറിട്ടറീസും, ഇവിടെ 18 7 എന്ന് പറഞ്ഞു, ഇവിടെ 20 7 എന്ന് പറഞ്ഞു, ഇവിടെ 14 6 എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ടെൻഷൻ ഇല്ലാതെ ചോദ്യം വായിച്ചു നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് 1 മാർക്ക് കൊണ്ട് വീഴും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് മാത്രമല്ലേ ശരിയാവാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു കോമഡി മനസ്സിലായല്ലേ? ഇതൊന്നും ആക്ച്വലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ല, വളരെ ഈസി ആയിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റും. റൈറ്റ്. മറ്റേ അസേർഷൻ റീസണിങ് ചോദ്യമാണ്. അടുത്ത കാലത്ത് LDC സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെ? ഡെക്കാൻ പീഠഭൂമി പ്രാഥമിക ശിലകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് ക്രിട്ടേഷ്യൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആ സമയത്ത് വന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ ആൻസർ A ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഒന്നിന്റെ ശരിയായ വിശദീകരണമാണ് പ്രസ്താവനയാണ്. ജോഗ്രഫിയുടെ ക്ലാസ് ചെയ്തിട്ട് ആൾക്കാർ ഇത് കിട്ടും. ക്ലാസ് കിട്ടിയിട്ടുള്ള ആൾക്കാർ പേടിക്കേണ്ട, നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് ഉടനെ കിട്ടാൻ പോവാണ്. ജസ്റ്റ് ഇതിനൊരു എക്സ്പോഷർ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. കുറെ കണ്ടന്റ് പഠിപ്പിക്കുന്നതിന് മുമ്പേ അപ്രോച്ച് പറഞ്ഞു തന്നിട്ട് വേണം പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത്തരം ഓപ്ഷൻസ് കണ്ട് ഇപ്പൊ ഞാനിപ്പം പഠിപ്പിച്ചതല്ലാതുള്ള ഓപ്ഷൻസ് വന്നെന്നിരിക്കും. അത്തരത്തിലുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ്സ് നിന്ന് ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക, അതല്ലെങ്കിൽ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടല്ലോ, ഓപ്ഷൻസ് വെച്ചിട്ട് തിരിച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു അപ്രോച്ച് വർക്ക്ഔട്ട് ആവും. നമ്മളിപ്പോ ഇനിയിപ്പോ ഇതിലൊന്നും പറയാത്ത ഓപ്ഷൻസ് ചിലപ്പോൾ വന്നെന്നിരിക്കാം. വന്നു കഴിഞ്ഞാൽ പാനിക് ആവരുത്, സ്മാർട്ട് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? യെസ്. അതൊന്ന് പോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ. അപ്പോ നമുക്കിനി കുറച്ച് PSC അപ്ഡേഷനിലേക്ക് കിടന്നാലോ? ഒരു PSC അപ്ഡേഷനിലേക്ക് കിടന്നാലോ? ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ഇരിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ കോമൺ സെഷൻ കഴിഞ്ഞു. പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. കാര്യം ഇനി പഠിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ PSC പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇനിയുള്ള സമയം ക്ലാസ്സിൽ ഇരിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ അത് കേട്ട് പാനിക് ആവരുത്. ഓക്കെ, ഒരു അപ്ഡേഷൻ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്ഡേഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കേൾക്കാത്ത പല കാര്യങ്ങളും കാണും. പാനിക് ആവേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് കിട്ടും. മനസ്സിലായല്ലോ? പക്ഷേ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ എക്സ്പോഷർ അവിടെ കിട്ടും. ഓക്കെ. ഇന്നത്തെ ലോങ് സെഷൻ മെയിൻസ് എക്സാം വരാൻ പോവാണ്. അതുകൊണ്ട് മെയിൻസിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇതായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ബേസിക്സ് എല്ലാം പറഞ്ഞു നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ അത്ര ഹാപ്പിയാണ്. പക്ഷെ ഇത്രയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല പറയാം. ഓക്കെ. യെസ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണ്ട സ്ട്രെസ് മാനേജ്മെന്റ്, കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് അപ്ഡേഷൻ ക്ലാസ്സുകളൊക്കെ വരാൻ പോവുകയാണ്. കേരള ബാങ്കിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് കുറച്ച് അപ്ഡേറ്റഡ് കാര്യങ്ങളിലേക്ക് പോവാം. അപ്ഡേറ്റഡ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോയാലോ? ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ട്. കാര്യം നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. റെക്കോർഡ് ക്ലാസ് വഴി സിലബസിനകത്തുള്ള ജനറൽ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്തിട്ട്. പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാര്യം PSC പുതിയതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്പൊ അതിനാണ് നമ്മൾ അപ്ഡേഷൻ ക്ലാസ്സസ് വെക്കുന്നത്. കൃത്യമായിട്ട് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ ഒരു ചോദ്യം അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്, എക്സെപ്റ്റ് 1 തിങ്. കാര്യം അതൊന്നും ഞാൻ വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് 7-8 പുസ്തകങ്ങൾ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് PSC വന്നിട്ടുള്ള, ഇപ്പം കഴിഞ്ഞ ഫിലിംസ് ആണെങ്കിൽ എല്ലാ ചോദ്യവും നമ്മുടെ ക്ലാസ് നോട്ട്സിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്റ്റിൽ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും PSC വെക്കുന്നത്. അപ്പൊ നമ്മുടെ അവിടുത്തെ ടെക്നിക്ക് എന്താ? ഇത്തരം പരീക്ഷകൾ, ജനറൽ PSC അല്ലാതുള്ള പരീക്ഷകൾ അടിച്ചു പറക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അത്തരം ഫാക്ടറികൾ കണ്ടെത്തി നിങ്ങളെ പഠിപ്പിക്കാം. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഴുതടച്ച് പഠിക്കാൻ പറ്റും. നമുക്കിനി നോക്കാനുള്ളത് ഈ ഒരു ചോദ്യമാണ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, സെക്കൻഡ് വേൾഡ് വാറിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ക്രോണോളജിക്കൽ ഓർഡർ ലിസ്റ്റ് ഡൗൺ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് പറയാം. നമുക്ക് ജസ്റ്റ് നോക്കിപ്പോ
അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുമ്പ് തൊട്ട് ശേഷമുള്ള കാര്യങ്ങളോട് പറയുന്നത്. ഇവിടെ ആദ്യമായി നിങ്ങൾ പഠിക്കേണ്ടത് കസബ്ലാങ്ക കോൺഫറൻസ് ആണ്. കസബ്ലാങ്ക എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് സിനിമകളിൽ ഒന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പക്ഷെ നിങ്ങൾ കണ്ടിരുന്ന നല്ലൊരു സിനിമയാണ് കേട്ടോ. തൽക്കാലം നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നത് കസബ്ലാങ്ക കോൺഫറൻസ്. ഈ കോൺഫറൻസ് എന്തായിരുന്നു? ഇത് ആക്ച്വലി വർഷം ശ്രദ്ധിക്കണം, 1943 ജനുവരി മാസത്തിലാണ് ഇത് ഇരുന്നുള്ളത്. നമ്മുടെ മെയിൻസ് ബാച്ചിലെ സ്റ്റുഡൻസ് പറഞ്ഞേ, നിങ്ങൾ എന്റെ വേൾഡ് ഹിസ്റ്ററിയിലെ ക്ലാസ്സസ് എല്ലാം കേട്ടിട്ടുണ്ടോ? എല്ലാം കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററി ക്ലാസ് എല്ലാം കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. യെസ്. അപ്പൊ അതിനകത്ത് ഈ കസബാങ്ക കോൺഫറൻസ് ഇപ്പം റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ജർമ്മനി ഭയങ്കരമായി മറ്റ് രാജ്യങ്ങളെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കസബ്ലാങ്ക എന്ന സ്ഥലത്ത് അമേരിക്കൻസും, അത് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ഈ പറയുന്ന പോലെ ബ്രിട്ടീഷ് ചർച്ചിലും റൂസ്വെൽട്ടും സ്റ്റാലിനും അവര് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇടും. പക്ഷെ സ്റ്റാലിൻ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. കാര്യം അവർ കമ്മ്യൂണിസ്റ്റുകാർ, ഇവര് ക്യാപിറ്റലിസ്റ്റുകളാണല്ലോ. അതുകൊണ്ട് ആ മീറ്റിംഗ് അത്ര വലിയ സക്സസ്ഫുൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് PSC ഇതുവരെ ചോദിക്കുക, PSC ഇപ്പം ചോദിച്ചു തുടങ്ങുന്നുണ്ട്. കസബ്ലാങ്ക കോൺഫറൻസിന്റെ വർഷം പഠിച്ചിരിക്കുക 1943 ജനുവരി മാസത്തിലാണെന്ന് പഠിച്ചിരിക്കുക. ഇതിനകത്ത് അമേരിക്കയും ബ്രിട്ടനും അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹിറ്റ്ലറെ അടിച്ചൊതുക്കേണ്ടതെന്ന് ചർച്ച ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ഇറ്റലി, അതായത് ഹിറ്റ്ലറിന്റെ അളിയനാണല്ലോ മുസോളിനി എന്ന് പറയുന്നത്. മുസോളിനി ഇറ്റലിക്കാരാണ്. ഇറ്റലിയുടെ പ്രധാനപ്പെട്ട നഗരമായ സിസിലിയെ ആക്രമിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പാണ്. ഇതൊക്കെ നിങ്ങൾ ലെക്ചർ നോട്ട് കാണണം. ഓക്കെ, അപ്പൊ ഈ അപ്ഡേഷൻ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നിങ്ങൾ ലെക്ചർ നോട്ട് കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ദയർ. ഓക്കെ, അപ്പൊ അതാണ് കസബ്ലാങ്ക കോൺഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബാക്കി യാൾട്ട കോൺഫറൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ടെഹ്റാൻ മീറ്റിംഗിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. യാൾട്ട കോൺഫറൻസ് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവരൊക്കെ ജയിച്ചതിന് ശേഷം, ജർമ്മനി തോറ്റതിന് ശേഷം ജർമ്മനിയെ കീറി മുറിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് 1945 യാൾട്ട കോൺഫറൻസ്. ഇതിനകത്ത് തന്നെയാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഒരു ചർച്ച നടക്കുന്നത്. അതിന്റെ അടിത്തറയിടുന്നത് ഈ കോൺഫറൻസിനകത്താണ്. ടെഹ്റാൻ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1943 ഡിസംബറിൽ വെച്ചിട്ട് ജർമ്മനിക്കെതിരായിട്ട് ഇവർ നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും, ടെഹ്റാൻ മീറ്റിംഗും കസബ്ലാങ്ക മീറ്റിംഗും രണ്ടും 43-ലാണ്. പക്ഷേ കസബ്ലാങ്ക ജനുവരിയിലും ടെഹ്റാൻ മീറ്റിംഗ് ഡിസംബറിലുമാണ്. അതൊന്നും അറിഞ്ഞിരിക്കാം. ടെഹ്റാൻ മീറ്റിംഗ് ഡിസംബറിലാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പം ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത എന്താ? ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ്. ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ് പിള്ളേരെ, ഇതൊന്നും UPSC പോലും നമ്മൾ കണ്ടിട്ടില്ല, SSC പോലും കണ്ടിട്ടില്ല. പക്ഷെ PSC പുതിയതായിട്ടുള്ള ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ പാനിക് ആവണ്ട. അപ്ഡേഷൻ ക്ലാസ്സിനകത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഇത് കാണാതെ പഠിക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഡംബാർട്ടൺ ഓക്ക് കോൺഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാൾട്ട കോൺഫറൻസിന് മുമ്പായിട്ട് 1944 സംഘടിപ്പിക്കപ്പെട്ട ഒരു കോൺഫറൻസ്. ഇതിനകത്ത് റഷ്യയും അമേരിക്കയും ബ്രിട്ടനും പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്താണ് ലീഗ് ഓഫ് നേഷൻസിനെ പൊളിച്ചു മാറ്റി നമുക്ക് യുണൈറ്റഡ് നേഷൻസ് പോലൊരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുക എന്നുള്ള ചർച്ച ആരംഭിക്കുന്നത്. പക്ഷെ അത് പല കാര്യങ്ങളും കാരണം അവർ തമ്മിൽ തല്ലായി പിരിഞ്ഞു. പിന്നെ അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് യാൾട്ട കോൺഫറൻസിലാവുന്നേ ഉള്ളൂ. സോ യാൾട്ട കോൺഫറൻസ് പോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ചരിത്രത്തിൽ, യുണൈറ്റഡ് നേഷൻസിന്റെ സ്ഥാപനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫറൻസ് ആണ് ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഇത് മെയിൻസിന് വരാൻ സാധ്യതയുണ്ട്. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. നിങ്ങളത് പഠിച്ചങ്ങ് വെക്കാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ളതാണ്. അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേ. അതായത് 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതായത് സ്റ്റീലിന്റെ സ്ലാഗ് ഉണ്ട്, സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ആണ് സ്ലാഗ് എന്ന് പറയുന്നത്. സ്ലാഗ് ഇത് നമ്മൾ സാധാരണ കൊണ്ടുപോയി കളയുക പതിവ്. പക്ഷെ ഇപ്പം ആ സ്ലാഗ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? റോഡ് പണിക്കും. വേസ്റ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച റോഡൊക്കെ പണിഞ്ഞ പോലെ. അപ്പൊ ഇത് എവിടെയാണെന്ന് ചോദ്യം. സൂറത്തിലാണ് കേട്ടോ, സൂറത്തിലാണ്. കൃത്യമായി പഠിക്കുക. ഞാൻ ആവർത്തിക്കുന്നു, ഈ ജനറൽ PSCയിലെ ഒരു ഡിഫിക്കൽട്ട് ചോദ്യം വരുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുക?
ഓൺലൈൻ PSC പരീക്ഷകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത് ഓൺലൈനായിട്ട് നടത്തിയ ഒരു PSC പരീക്ഷ. അതുകൊണ്ടാണ് ഈ ചോദ്യപേപ്പറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് ചിന്തിക്കരുത്. കുറച്ച് ആഴത്തിൽ അറിഞ്ഞ് പഠിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതൊക്കെ വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോ അടുത്തൊരു ചോദ്യം. യെസ്, ഇത് എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കിയേ. ട്രോപ്പോസ്ഫിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയ ചോദ്യം. ട്രോപ്പോസ്ഫിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന എന്തെന്ന ചോദ്യം അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് ഫാക്ട് ഉണ്ട്. ഇപ്പൊ പല ആൾക്കാരും ഡെൻസിറ്റി ഒക്കെ കണ്ട് അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് ബേസിക് ഫാക്ട് എന്താ? ഓസോൺ കാണുന്നത് ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാ ഓസോൺ കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലല്ലേ? അപ്പം തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഇതെല്ലാം പോയില്ലേ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ എ അല്ലേ? എ ആണ്. എ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി ഇത് പഠിച്ചോണം. ഇറ്റ് ഈസ് ദ ഡെൻസസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ലെയർ. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, പക്ഷെ PSC അധികം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഡെൻസിറ്റി ഉള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ആണ്. പോട്ടെ, അത് നിങ്ങൾക്ക് എങ്ങനെ എലിമിനേറ്റ് അല്ലെങ്കിൽ ലോജിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതെങ്ങനെ അതിലേക്ക് എത്താൻ പറ്റുക? ഡെൻസസ്റ്റ് ലെയർ ട്രോപ്പോസ്ഫിയർ ആണെന്നുള്ളത് നിങ്ങൾ ക്ലാസ്സിലും കേട്ടിട്ടില്ല, മുമ്പും പഠിച്ചിട്ടില്ല. എന്നാലും എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? എക്സാക്ട്ലി, വെരി ഗുഡ്. ഗ്രാവിറ്റി ഏറ്റവും താഴെ, അതാണ് സംഭവം. ഈ ഡെൻസിറ്റി ഇപ്പം ഒരു കുളത്തിനകത്ത് കല്ലും മണ്ണും എല്ലാം തറയിലും വെള്ളം മുകളിലും കിടക്കുന്ന റീസൺ എന്താ? ഡെൻസിറ്റി കൂടിയ സംഭവം ആണ് ഏറ്റവും താഴെ എപ്പോഴും വരിക. ഡെൻസിറ്റി കൂടിയതാണ് താഴെ നിന്ന് അടിഞ്ഞടിഞ്ഞ് കിടക്കുന്നത്. ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴത്തെ നില. അപ്പൊ എന്തായാലും ഡെൻസിറ്റിയോട് കൂടുതൽ, മാത്രമല്ല ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് എല്ലാത്തിനെയും ആ ഒരു ലെയറിൽ അലിയിച്ചിട്ടുണ്ട് പ്രശ്നം കൂടുന്നത്. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ നിങ്ങൾ അനലിറ്റിക്കലായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ഒരു കുളം എടുത്തു വെച്ചങ്ങ് ആലോചിക്കണം. അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ പഠിക്കാൻ നേരം ഡെൻസിറ്റി കൂടുന്നതാണ്. ഇപ്പം ചില മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നതാണ്. ഒരു മൃതദേഹം ഇടുമ്പോഴത്തേക്കും അത് താന്നു പോകും. പക്ഷെ പിന്നെ അത് വെള്ളം കയറി അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞത് പിന്നെ പൊങ്ങി വരും. മനസ്സിലായില്ല? അപ്പൊ ഡെൻസിറ്റി കൂടുന്നതാണ് എപ്പോഴും താഴെ കിടക്കുക. അങ്ങനെ ആലോചന ഉത്തരത്തിലേക്ക് എത്താൻ ഒരു ഉത്തരം എ ആണ്. കോമൺ സെൻസ് യൂസ് ചെയ്ത് വിശകലനാത്മകമായിട്ട് ചിന്തിക്കാം. നമുക്കിനി 12ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. കറണ്ട് അഫെയർ ആണ്. ജസ്റ്റ് ഇതുപോലെ അങ്ങ് പഠിച്ചാൽ മതി. ഇത് 2023 നടന്ന ചോദ്യമാണ്. 2023 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2020 കറണ്ട് അഫെയർ ആണ്. അപ്പൊ ഇതൊരു ഹോട്ട് കറണ്ട് അഫെയർ ആയതുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ച സംഭവം ഇത്. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെ? കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ക്ലിയർ ആണല്ലോ? യെസ്, എക്സാക്ട്ലി. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഫൈൻ. അപ്പോ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തത് ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ട് ആണ്. എക്കണോമിക്സ് റാങ്ക് മേക്കിംഗ് ഫാക്ട് ആണ്. ഇതിന്റെ ഉത്തരം എന്തൊരു? GST. ഹൗ GST മേക്സ് എക്സ്പോർട്സ് മോർ കോമ്പറ്റിറ്റീവ് എന്നുള്ളതാണ് ചോദ്യം. ഹൗ GST മേക്സ് എക്സ്പോർട്ട് മോർ കോമ്പറ്റിറ്റീവ്. GST വന്നതിന് ശേഷം നമുക്ക് കയറ്റുമതി നല്ല കോമ്പറ്റിറ്റീവ് ആയിരുന്നു. അത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം അല്ലെ? യെസ്, വെരി ഗുഡ്. ഇതിന്റെ ഉത്തരം സി ആണ്. അതായത് പലരുടെ വിചാരം എക്സ്പോർട്സ് GST അണ്ടറിലല്ലെന്ന. GST അണ്ടറിലാണ്. GST റേറ്റ് 0 ആണെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിന് GSTയുടെ റേറ്റ് 0 ആണ് എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാര്യം. പക്ഷെ GST സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് 0 റേറ്റ് ആണ് കൊടുക്കുന്നത്. അല്ലാതെ എക്സംഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ് ഫ്രം GST. ബട്ട് എക്സ്പോർട്സിന് GST റേറ്റ് 0 ആണ്. ക്ലിയർ ആണല്ലോ? യെസ്, GST റേറ്റ് 0 എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ഡയമെൻഷൻ വരുന്നത്.
സീറോ ആക്കാൻ പറ്റും, സീറോ ആക്കാൻ പറ്റും. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതാണ് GST റേറ്റ് സീറോ എന്ന് പറഞ്ഞാൽ GST റേറ്റ് തന്നെയാണ് അല്ലെ. 0, 18 അതൊക്കെ GST റേറ്റ് തന്നെയാണ്. അതിനർത്ഥം GST ഉള്ളിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തിയെന്നല്ല, GST ഉള്ളിൽ തന്നെയാണ്, പക്ഷെ റേറ്റ് സീറോ ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടല്ല ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിന് ഇത്ര റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ. എക്സാക്ട്ലി. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, എന്റെ യൂട്യൂബ് ഇൻകം ഞാൻ ജനറൽ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ഇൻകം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കും. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി യൂട്യൂബ് ഇൻകം കൊടുക്കും. അപ്പം അപ്പോഴാണ് ഒരു പണി എനിക്ക് മനസ്സിലായത്. എനിക്ക് കിട്ടുന്ന യൂട്യൂബ് ഇൻകം ഞാൻ GST കൊടുക്കണമായിരുന്നു. മനസ്സിലായല്ലേ? അതായത് മാസങ്ങളോളം യൂട്യൂബ് ഇൻകത്തെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം 18% ആണ് GST വരുന്നത്. അപ്പൊ നമ്മൾ അതിന് ചാരിറ്റി കൊടുക്കാൻ വേണം. പിന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അതിന്റെ GST അടയ്ക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ ബ്രദർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അദ്ദേഹത്തിന് ചോദിച്ചത് ഇങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞ നിങ്ങൾ മണ്ടത്തരമാണ്. ഇന്ത്യയിൽ എക്സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTക്ക് പരിധി വരുന്നതല്ല. യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GST ആണല്ലോ, അത് എക്സ്പോർട്ട് ആണല്ലോ. അമേരിക്കയിലുള്ള യൂട്യൂബ് എന്നുള്ള കമ്പനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സർവീസിന്റെ ഭാഗമായിട്ടാണ് അവരെനിക്ക് പൈസ തരുന്നത്. അപ്പൊ അത് പറഞ്ഞൊരു എക്സ്പോർട്ടിന്റെ ഡെഫിനേഷനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബേഴ്സിന് GST കൊടുക്കേണ്ടാത്ത സിറ്റുവേഷൻ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തില് അതാ ഞാൻ ഈ ചോദ്യം അതാ ഞാൻ ഈ ചോദ്യം ഒരു വർഷം മുമ്പ് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് പൈസ അങ്ങനെ ലാഭിക്കാമായിരുന്നു. പിന്നാണ് ആലോചിച്ചത്. കുറെ കാശ് അങ്ങനെ GST അടച്ച് പോയിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലീഗലായിട്ട് തന്നെ ഗവൺമെന്റ് അടുത്ത് ഫയൽ ചെയ്യാം. ഒരു ഒരു ലെറ്റർ കൊടുത്താൽ മതി. നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് അവർ പരിഗണിച്ച് എക്സെപ്റ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഡയമെൻഷൻ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ GK പഠിക്കുമ്പോൾ ഉള്ള മറ്റു ചില ഗുണങ്ങൾ ഇതാണ്. ഈ എസ്കേപ്പ് ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ട്. GST റേറ്റ് സീറോ ആവുന്നതും GST ഒന്ന് എക്സെപ്റ്റ് ചെയ്യുന്ന നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പെട്രോളിയം പ്രോഡക്ട്സ് ഇത് GST ഒന്ന് എക്സെപ്റ്റ് ആണ്. GSTയുടെ ടാക്സ് സ്ട്രക്ചറിനകത്ത് ഇത് വരുന്നില്ല. പക്ഷേ എക്സ്പോർട്ട് എന്ന് പറയുന്നത് GSTയുടെ ഉള്ളിൽ വരുന്നതാണ്. പക്ഷെ അതിന് ടാക്സ് റേറ്റ് സീറോ ആണെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒരു അനലിറ്റിക്കലായിട്ട് ആലോചിച്ചാൽ മതി. ടാക്സ് റേറ്റ് സീറോ ആണ്. പക്ഷെ പെട്രോളിന്റെ ടാക്സ് GST സീറോ എന്നല്ല പറയുന്നത്. അത് GSTയുടെ സ്ട്രക്ചറിനകത്തേ വരുന്നില്ലെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാം. യെസ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്തെ ചോദ്യങ്ങൾ നിങ്ങൾ മാക്സിമം വായിച്ചിട്ട് പോണേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റൈറ്റ്. അപ്പൊ 19ാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ചോദ്യം നോക്കിയേ. ഇതൊക്കെ നമ്മുടെ ജനറൽ PSൽ വരുന്നതിന് മുമ്പേ ഈ ഓൺലൈൻ PSൽ വന്നതാണ്. പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇതിന്റെ PDF ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇതിന്റെ എല്ലാത്തിനും PDF ഷെയർ ചെയ്ത് തരാം. ഇത് എന്താണെന്ന്, ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ, 9th ഷെഡ്യൂൾ ആണോ, പ്രിയാമ്പിൾ ആണോ, ഡയറക്ടർ പ്രിൻസിപ്പിൾ ആണോ? എല്ലാവരുടെ സംശയം ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആൻഡ് ഡയറക്ടർ പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾക്ക് പാസ്പോർട്ട് പോലും പല ആൾക്കാരും കാണത്തില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പോയി പ്രൊമോട്ട് ചെയ്യുന്നത്? ഇത് ഡയറക്ടർ പ്രിൻസിപ്പിൾ അല്ലേ? ഇതിന്റെ ആർട്ടിക്കിൾ എന്താ പിള്ളേരെ? ഇതിന്റെ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ റിലേറ്റഡ് ടു TPSP. യെസ്, ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 എന്നുള്ളത് അറിഞ്ഞിരിക്കാം. 20ാമത്തെ ചോദ്യം. ഓരോ സഭയും, ലോക്സഭയും രാജ്യസഭയും സെപ്പറേറ്റ് ആയി പാസ്സാക്കേണ്ട ബില്ല് ഏതെന്നാണ് ചോദ്യം. ബില്ല് ഏതാണ്? സാധാരണ ഗതിയിൽ അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്ട് വരുവാണെങ്കിൽ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിക്കാം. അണ്ടർ ആർട്ടിക്കിൾ 108. under specific circumstances there is no scope for joint sitting. So it is regarding constitutional amendment അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യമാണ്. ഈ മണി ബില്ലിന്റെ കാര്യത്തിൽ എങ്ങനെയാ? മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് റോൾ ഉണ്ടോ? ലോക്സഭ ഓൺലി. എക്സാക്ട്ലി, ലോക്സഭയിൽ മാത്രമാണ് അല്ലെ? യെസ്. കാശ്, മണി റിലേറ്റഡ് കാര്യങ്ങൾ, ബഡ്ജറ്റ്, മണി ബിൽ, അതിനൊന്നും രാജ്യസഭയ്ക്ക് വലിയ പവർ ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണല്ലോ? പിന്നെ 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 ഒരു അടിപൊളി ചോദ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതെല്ലാം നമ്മൾ ക്ലാസ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ എക്സാം സ്ട്രെസ്സിൽ ആലോചിച്ച് ചിലപ്പോൾ ഈ ചോദ്യം തെറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, സമാധാനപരമായി നോക്കുക, ചാടിക്കേറി ഉത്തരം പറയാതിരിക്കുക. 25ാമത്തെ ചോദ്യം ആർട്ടിക്കിൾ 20നെ പറ്റിയുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 20 ഇതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ
ഏത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻ കാണിച്ചു തരാം, വലിയ ചോദ്യമാണ്. കണ്ടോ, ഓപ്ഷൻ ABC. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കെല്ലാം? ആർട്ടിക്കിൾ 20 പറ്റിയുള്ള ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ചെറിയ സ്ക്രീനിലുള്ള ആൾക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഓഫൻസ് എക്സെപ്റ്റ് ഫോർ വയലേഷൻ ഓഫ് എ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് ദറ്റ് ഓഫൻസ്. അല്ലെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, നോ എക്സ്പോസ് ഫാക്ടോ ലോ അല്ലെ. ഒരു നിയമം നിലനിന്ന സമയത്ത് ആ നിയമത്തിനെ ബ്രേക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ ശിക്ഷിക്കുക. ഇപ്പൊ സ്ത്രീധന നിരോധന നിയമം, ആ നിയമം നിലവിൽ വന്നതിന് ശേഷം സ്ത്രീധനം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് എടുത്ത് തൂക്കെടുത്ത് ജയിലിനകത്തിടാം. പക്ഷെ ആ നിയമത്തിന് മുമ്പ് സ്ത്രീധനം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരോ, അത് കോടതിയിൽ പോയിട്ട് വലിയ കേസുകളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ ദേ ഹാവ് എക്സെപ്ഷൻ അല്ലെ. ഇപ്പൊ പണ്ട് പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ ആൾക്കാർ സിഗരറ്റ് വലിക്കുമായിരുന്നു, അതിന് നിയമം ബാധകമല്ലായിരുന്നു. നമ്മുടെ ട്രെയിനുകളിൽ പോലും ആസ്ട്രേസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് പബ്ലിക് പ്ലേസിൽ നിയമം, പുക വലിക്കരുത് നിയമം വന്നത്. അപ്പൊ ആ നിയമത്തിന് ഒരു പണ്ട് പുക വലിച്ചവരെയൊക്കെ എടുത്ത് ജയിലിൽ തരാൻ പറ്റുമോ? നോ എക്സ്പോസ് ഫാക്ടർ ലോ. എ പേഴ്സൺ ഷുഡ് ബി punished only for those laws which he has violated at the time of the existence of that law. ക്ലിയർ ആണ്? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആർട്ടിക്കിൾ 20 തന്നെയാണ്. ഇതിന്റെ ഒരു എക്സെപ്ഷൻ എന്താ? ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് നിയമം, ദേ ക്യാൻ ബി അപ്ലൈഡ് റെട്രോസ്പെക്റ്റീവ്ലി. മുൻകാല പ്രാബല്യത്തിൽ ചില പ്രത്യേകതര നിയമങ്ങൾ കൊണ്ടുവരാം. ടാക്സ് ലോസ്, യെസ് അങ്കിത, വെരി ഗുഡ്. ടാക്സ് നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തിൽ കൊണ്ടുവരാം, ടാക്സ് നിയമങ്ങൾ അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരു കുറ്റം ചെയ്താൽ ഒരുത്തന്നെ ഒരു പ്രാവശ്യം മാത്രം ശിക്ഷിക്കാവൂ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞതാ. നോ ഡബിൾ ജെപ്പടി അല്ലെ, നോ ഡബിൾ ജെപ്പടി. ഡബിൾ ജെപ്പടി ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ബിയും അതിനകത്ത് വരുന്നതാണ്. 3യോ, നോ പേഴ്സൺ ഷാൽ ബി അറസ്റ്റഡ് ഓർ ഡീറ്റെയിൻ ഇൻ കസ്റ്റഡി വിത്തൗട്ട് പ്രൊഡ്യൂസിംഗ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 24 hours ഓഫ് സച്ച് അറസ്റ്റ്. അതായത് 24 മണിക്കൂറിൽ കൂടുതൽ ഒരാളെ ചുമ്മാ അകാരണമായി കസ്റ്റഡിയിൽ വെക്കാൻ പറ്റത്തില്ല, മജിസ്ട്രേറ്റിനെ കാണിക്കണം. ഇതും ആർട്ടിക്കിൾ 20 വരുന്നല്ലേ. ആർട്ടിക്കിൾ 22 ആണ്, അവിടെയാണ് നമുക്ക് തെറ്റ് വരുന്നത്. ഇത് ആർട്ടിക്കിൾ 22 ആണ്, അതെ ആർട്ടിക്കിൾ 22 ആണ് ഇത് വരുന്നത്, ആർട്ടിക്കിൾ 20 അല്ല. നമ്മുടെ ഒരു ഭരണഘടനയുടെ പ്രശ്നം അതാ. ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? ഒരാൾ ഒരു ഒഫൻസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അയാൾക്കെതിരായിട്ട് അല്ലെ അയാൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ. 21 ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ആർട്ടിക്കിൾ 22 ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ. ആക്ച്വലി 20 കഴിഞ്ഞിട്ട് വേണ്ട ഇത് കൊടുക്കാൻ. ഇടയ്ക്ക് 21 എന്തിനാ കുത്തിക്കേറ്റിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ ക്രിറ്റിസിസം, ഇറ്റ് ഈസ് ഇല്ലോജിക്കലി അറേഞ്ച്ഡ്. ഒരു അടുക്കും ചിട്ട ഇല്ലാതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് ആർട്ടിക്കിൾ 22 20 വരുന്ന അടുത്തടുത്ത് വരേണ്ടത്, മനസ്സിലായല്ലേ? അപ്പൊ ആ ഒരു നമ്മുടെ ഭരണഘടനയിലെ ആ ഒരു ന്യൂനതയെ മുതലെടുത്തുകൊണ്ട് PSC നമ്മളെ തെറ്റിക്കാൻ ചോദിച്ചൊരു ചോദ്യമാണത്. ഇത് ആർട്ടിക്കിൾ 22 അണ്ടറിലുള്ളതാണ്. ഇതിന്റെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് കറക്റ്റ്. നോ പേഴ്സൺ ക്യാൻ ബി compelled to be witness against himself അല്ലെ. യെസ്, വിത്തിൻ എ പീരിയഡ് ഓഫ് 24 hours ആണ്, എക്സ്ക്ലൂഡിംഗ് ജേർണി ടൈം എന്ന് പറയാം കേട്ടോ. എക്സ്ക്ലൂഡിംഗ് ജേർണി ടൈം. ദിസ് കംസ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. എനിക്കെതിരായിട്ട് സാക്ഷി പറയാം, ഇടിച്ച് സത്യം പറയിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. തേർഡ് റൈറ്റ്, മൂന്നാം മുറി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം എന്താണ്? സ്പീക്കർ ഓഫ് ലോക്സഭ ആർക്കാണ് അദ്ദേഹത്തിന് രാജിക്കത്ത് കൊടുക്കുന്നത്? ലോക്സഭാ സ്പീക്കർ ആർക്കാണ് അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നത്? പ്രസിഡന്റിനല്ലേ? ഇന്ത്യൻ പ്രസിഡന്റിനല്ലേ? അല്ല, തെറ്റിക്കാൻ നോക്കണം, ഡെപ്യൂട്ടി സ്പീക്കറാണ്. യെസ്, ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. അപ്പം എല്ലാവരുടെയും വിചാരം സ്പീക്കറിന് താഴെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്പീക്കർ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഡെപ്യൂട്ടി സ്പീക്കറിന് കൊടുക്കുന്നത്. To whom shall the President of India submits his resignation letter? When it comes to President of India, പ്രസിഡന്റ് ഇതുപോലെ റെസിഗ്നേഷൻ കൊടുക്കുന്ന വൈസ് പ്രസിഡന്റിനാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വൈസ് പ്രസിഡന്റ് ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന് താഴെയൊന്നുമില്ല. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫീസ്. ഓക്കെ, പ്രസിഡന്റിന് സബോർഡിനേറ്റ് അല്ല വൈസ് പ്രസിഡന്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ
ഇത് കൊടുക്കുന്നത്. ടേബിൾ ഓഫ് പ്രസിഡൻസ് പഠിക്കണമെന്നില്ല അനു. ഓക്കെ, ടേബിൾ ഓഫ് പ്രസിഡൻസ് പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ടേബിൾ ഓഫ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് UPSC ചോദിച്ചിട്ടുണ്ട്. ഞാൻ വേണേൽ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെയാണ് അത് പോകുന്നത്. ഓർഡർ ഓഫ് പ്രസിഡൻസ് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വൈസ് പ്രസിഡന്റ് ഈ സബോർഡിനേറ്റ് ടു പ്രസിഡന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, 100% റോങ് ആണ്. കാര്യം നമ്മൾ പറയുന്ന ഒരു പ്രശ്നം അതാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഡിക്ഷണറിയുമായി ഒരു ബന്ധമില്ല. അതാണ് വൈസ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ താഴെ എന്നുള്ളതാണ് ഡിക്ഷണറി മീനിങ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആ മീനിങ് അല്ല. വൈസ് പ്രസിഡന്റ് ഈസ് നോട്ട് സബോർഡിനേറ്റ് പ്രസിഡന്റ്. അതൊരു ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി മീൻസ് ഒരാളുടെ താഴെയുള്ള വ്യക്തി എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ അങ്ങനെ താഴെയാണെന്ന് പറയാനൊന്നും നോക്കത്തില്ല. നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്തൊരു ചോദ്യം ഉണ്ടേ. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 21. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ ആണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാര്യം പുതിയതായിട്ടുള്ള പല ചോദ്യങ്ങൾ PSC ചോദിക്കുന്നുണ്ട്. ഞാൻ റിസർച്ചിലാണ്. യു വിൽ ഗെറ്റ് ഓൾ ദോസ് ഡേറ്റ അപ്ഡേറ്റഡ്. ഈ ചോദ്യം എന്താണ്? ആർട്ടിക്കിൾ 21. ഇതിന് അണ്ടറിൽ വരുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യം. ആർട്ടിക്കിൾ 21 എന്താ സംഭവം? ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി അല്ലെ? ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? റൈറ്റ് ടു പ്രൈവസി വരും. പുട്ടുസ്വാമി ജഡ്ജിമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? റൈറ്റ് ടു പ്രൈവസി ഉണ്ട്, റൈറ്റ് ടു ഷെൽട്ടർ ഉണ്ടല്ലോ, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ ഉണ്ട്. റൈറ്റ് ടു മാരേജ് ഉണ്ടോ? റൈറ്റ് ടു മാരേജ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്ന അവകാശം, റൈറ്റ് ടു മാരി ദ പേഴ്സൺ യു ലവ്. അത് ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ടോ? അത് പറഞ്ഞ ഭയങ്കര പാർട്ടിസിപ്പേഷൻ. അതൊരു മിണ്ടാതിരുന്ന ആൾക്കാർ വരെ ഇപ്പം റിപ്ലൈ ചെയ്യാൻ തുടങ്ങി. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. UPSCയുടെ മുൻകാല വർഷ ചോദ്യമാണ്, സിവിൽ സർവീസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 21 അണ്ടറിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അണ്ടർ ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഭരണഘടനാ പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ അവകാശമുണ്ട്. സുപ്രീം കോടതി ഭരണഘടനയെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഭരണഘടനയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് ഇതിനുള്ള അവകാശം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ റൈറ്റ് ടു മാരേജ് ക്ലിയർ ആണ്. റൈറ്റ് ടു റെസിഡൻസ് ആൻഡ് റൈറ്റ് ടു ഷെൽട്ടർ. കാവ്യ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. വെരി ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ലിസൺ ചെയ്യാം. നമ്മുടെ ഭരണഘടനയിൽ റൈറ്റ് ടു റെസിഡൻസ് എന്ന് പറയുന്നുണ്ട്. റെസിഡൻസ് ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? യെസ്, ആർട്ടിക്കിൾ 90. റൈറ്റ് ടു റിസൈഡ് ഇൻ എനി പാർട്ട് ഓഫ് ദ കൺട്രി. ഇന്ത്യയിൽ എവിടെ പോയി താമസിക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു റെസിഡൻസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു കൂര വേണം. ഇപ്പം സ്ട്രീറ്റ്സിൽ ഒരാൾ ഇങ്ങനെ അലങ്ങി തിരികെ നടക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്നു, അയാൾക്ക് കയറി കിടക്കാൻ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിന്റെ വൈലേഷനാണ്. അങ്ങനെ കോടതിയിൽ പോയാൽ ഗവൺമെന്റ് അവർക്ക് അഭയം കൊടുത്തേ വരത്തുള്ളൂ. ഷെൽട്ടർ മീൻസ് നമുക്ക് മഴയും വെയിലും കൊള്ളാതെ താമസിക്കാൻ ഒരു ഭവൻ, ഒരു വീട് വേണം എന്നുള്ള കോൺസെപ്റ്റ് ആണ്. വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വീട് എന്നുള്ളതല്ല, ഷെൽട്ടർ അയാൾക്ക് കാണണം. അതാണ് ഷെൽട്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? ഈ അടച്ചുറപ്പുള്ള സ്ഥലം വേണം. എക്സാക്ട്ലി. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൈഗ്രൻസ് അഭയാർത്ഥികൾ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ അവരെ അഭയാർത്ഥി ക്യാമ്പിൽ പാർപ്പിക്കുന്നുണ്ട്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോണെന്ന് വിചാരിച്ചാൽ പോരെ. പക്ഷെ റൈറ്റ് ടു ഷെൽട്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ആ ഒരു ഷെൽട്ടർ വേണം. ആർട്ടിക്കിൾ, നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഷെൽട്ടർ അവർക്ക് വേണം. റൈറ്റ്, യെസ്, എക്സാക്ട്ലി. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോറിനേഴ്സിന് അവൈലബിൾ അല്ലെങ്കിൽ പോലും ഗവൺമെന്റ് പ്രോ ആക്റ്റീവായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഭയാർത്ഥികൾക്ക് മര്യാദയ്ക്കുള്ള ഷെൽട്ടർ കൊടുക്കണം എന്നുള്ള കാര്യം. ഭരണഘടന ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ബേസിസിൽ. അപ്പൊ മറ്റൊരു ചോദ്യം, കാര്യം ആർട്ടിക്കിൾ 21 ആണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിക്കിൾ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു ഭരണഘടന നിർമ്മിക്കാനുള്ള സംഭവം വരുന്നുണ്ട്. ഉറങ്ങാനുള്ള അവകാശം, റൈറ്റ് ടു സ്ലീപ്പ്, ആർട്ടിക്കിൾ 21 അണ്ടറിൽ വരുമോ പിള്ളേരെ? യെസ്. അപ്പോൾ നിങ്ങൾ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ വന്ന് വിളിച്ചുണർത്തുകയാണ്, എടാ ഐഡി എഴുന്നേക്കടി, പോയിന്ന് പഠിക്കടി എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുവാണെങ്കിൽ
നിങ്ങൾക്ക് അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാം അണ്ടർ ആർട്ടിക്കിൾ 32. എന്തുകൊണ്ടാ? നിങ്ങളുടെ ആർട്ടിക്കിൾ 21 ആണ് അവരെ വയലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാനുള്ള നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ വീട്ടുകാരെ വയലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ വീട്ടുകാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്ന ആലോചിക്കണം. അവിടെ റൈറ്റ് ടു ഷെൽട്ടർ കൊടുത്ത് അവിടെ പോയി പറയാൻ ഒക്കത്തില്ല. അത് പ്രൈവറ്റ് പാർട്ടീസിനെതിരായിട്ട് ഇത് അവൈലബിൾ അല്ല. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യമാണ്, KP അനന്തൊരു ചോദ്യമാണ്. റൈറ്റ് ടു സൈലൻസ് ഇതിനകത്ത് വരും. റൈറ്റ് ടു സൈലൻസ് ഇതിനകത്ത് വരും. ഓക്കെ, റൈറ്റ് ടു സൈലൻസ് ആർട്ടിക്കിൾ 91 ഏത് അണ്ടറിലും വരും. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അണ്ടറിലും നമുക്ക് സംസാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ തന്നെ മിണ്ടാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. റൈറ്റ് ടു സ്ലീപ്പ് അതൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, മറ്റൊരു ചോദ്യം, റൈറ്റ് അഗെയിൻസ്റ്റ് നോയിസ് പൊല്യൂഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് നോയിസ് പൊല്യൂഷൻ. എസ് ജോയ് ഇമാനുവൽ കേസ്. ഗുഡ് ശ്രീത. റൈറ്റ് അഗെയിൻസ്റ്റ് നോയിസ് പൊല്യൂഷൻ. ഇപ്പം പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെ ഉച്ചഭാഷണം വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഹളം വെക്കും. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു വരും. എന്തുകൊണ്ടാ? ആർട്ടിക്കിൾ 21 അണ്ടറിൽ നോയിസ് പൊല്യൂഷൻ എതിരായിട്ടുള്ള അവകാശം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് ചെയ്യും. അപ്പൊ ആർട്ടിക്കിൾ 21 അണ്ടറിൽ എന്തും ഏതും വരാം. മേനക കേസൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അതിനുള്ളിൽ എന്തും ഏതും ആർട്ടിക്കിൾ 21 ആണ്. സ്മോക്കിംഗ് ബാൻ ചെയ്തതിനുണ്ടല്ലാണ്. യെസ്, സ്മോക്കിംഗ് ബാൻ ചെയ്തതിനുണ്ടല്ലാണ്. നിങ്ങളുടെ ചാറ്റ് ചെറുതെങ്കിൽ മിസ്സായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നോക്കിയോട്ടെ. ചാനൽ ഡിസ്കഷനോ? യെസ്, ഓക്കെ. ബാക്കി നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം ചോദ്യപേപ്പർ. അടുത്ത നമുക്കിനി വരാൻ പോകുന്നൊരു ചോദ്യം ഞാൻ പരിചയപ്പെടുത്തരാം. അതായത് ചില പുസ്തകങ്ങളാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ചെയ്ത് രാമചന്ദ്ര ഗുഹയാന്നൊക്കെ എല്ലാവർക്കും അറിയാം. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതാറ്. ഹൂ റോട്ട് ദ ബുക്ക് ടേണിംഗ് പോയിന്റ്? വഴിത്തിരിവ്. വഴിത്തിരിവ്. ഇത് APJ അബ്ദുൽ കലാമിന്റെ പുസ്തകമാണ് ടേണിംഗ് പോയിന്റ്. ഓക്കെ, അബ്ദുൽ കലാം സാറിന്റെ വിങ്സ് ഓഫ് ഫയർ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ടേണിംഗ് പോയിന്റ് ആരും കേട്ടിട്ടില്ല. ടേണിംഗ് പോയിന്റ് അബ്ദുൽ കലാമിന്റെ പുസ്തകം എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം അത് അമർത്യ സെന്നിന്റെ പുസ്തകമാണ്. അമർത്യ സെന്നിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. ഇതിനകത്താണ് അദ്ദേഹം കേപ്പബിലിറ്റി അപ്രോച്ചിനൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് എന്നുള്ള ഒരു ഫിലോസഫിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് UPSCയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോർ ഓഫ് എ നേഷൻ. ഈ പുസ്തകം എഴുതിയത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. പക്ഷെ ഇത് ഒരു പഴയ വീഞ്ഞ പുതിയ കുപ്പില്ല. പണ്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ രാഷ്ട്രത്തിന്റെ കോർണർ സ്റ്റോൺ എന്ന് വിളിച്ചതാര്? ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. അപ്പൊ അതിന്റെ ബുക്കിന്റെ പേരാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോർ ഓഫ് എ നേഷൻ എന്ന് പറഞ്ഞത് അതിന്റെ പുസ്തകത്തിന്റെ പേരാണ്. പക്ഷെ അത് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആണ് എക്സാം ഫോളിൽ, അല്ലെ? ഇപ്പൊ ഗ്രാൻവിലെ ഓസ്റ്റിനെ സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ UPSCയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോയാലോ? ഗ്രാൻവിലെ ഓസ്റ്റിന്റെ UPSC ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ട് പോവാം. ഇത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷകളിലാണ് ഇത് കൂടുതലും കണ്ടിട്ടുള്ളത്. സിവിൽ സർവീസിനകത്ത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഈ ഗ്രാൻവിലെ ഓസ്റ്റിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് വിഭാവനം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആസ് എ സീംലെസ് വെബ്. സീംലെസ് വെബ്. ഓക്കെ, ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ മിന്നു, താങ്ക് യു സോ മച്ച്. എന്റെ വഴിത്തിരിവ് എന്ന് പറയുന്ന പുസ്തകം ആരാ എഴുതി? എന്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞ പുസ്തകം പൊൻകുന്നം വർക്കി. എക്സാക്ട്ലി. ഓക്കെ, താങ്ക് യു ഫോർ പോയിന്റിങ് ദാറ്റ് ഔട്ട്. ഇപ്പം വഴിത്തിരിവ് എന്ന് പറഞ്ഞ പുസ്തകം APJ അബ്ദുൽ കലാമിന്റെ ആണെങ്കിൽ എന്റെ വഴിത്തിരിവ് എന്ന പുസ്തകം പൊൻകുന്നം വർക്കിയുടെയാണ്. ഓക്കെ മിന്നു, താങ്ക് യു. മിന്നുന്ന സ്റ്റാറായി മാറിയിരിക്കുന്ന ക്ലാസ്സിൽ താങ്ക് യു ഫോർ ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഡേറ്റ ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ സീംലെസ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അടിപൊളിയായിട്ടുള്ള ഒരു വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, ഇങ്ങനെ ചിലന്തിവല. സീംലെസ് വെബ് എന്ന് പറയുന്നത് ഗ്രാൻവിലെ ഓസ്റ്റിൻ തന്നെയാണ്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് CDSൽ വന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ അസോസിയേറ്റഡ് ചോദ്യങ്ങൾ പഠിപ്പിച്ചു പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി എന്ന് ഈ പുസ്തകത്തിൽ, അതായത് ഈ പുസ്തകത്തിൽ ഗ്രാൻവിലെ ഓസ്റ്റിൻ വിശേഷിപ്പിക്കുന്നത് എന്തിനാന്നുള്ള ചോദ്യമുണ്ട്. അത് കൺസെൻസസ് ആൻഡ് അക്കോമഡേഷൻ ആണ്. കൺസെൻസസ് ആൻഡ് അക്കോമഡേഷൻ.
കൺസെൻസസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കൺസെൻസസ്, എല്ലാവർക്കും ഒരേ അഭിപ്രായം, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ഞാൻ പറയാം കൺസെൻസസ്. ആൻഡ് അക്കോമഡേഷൻ മീൻസ് ഡിഫറെന്റ് ടൈപ്പ് തോട്ട് പ്രോസസ്സിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഒറ്റ ചിന്താഗതിയല്ല, പല വൈവിധ്യമാർന്ന ചിന്താഗതികളും ബഹുസ്വരതയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കൺസെൻസസ് ആൻഡ് അക്കോമഡേഷൻ, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ച ഭരണഘടനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ ഇത് ഫാക്ച്വൽ ആയിട്ട് തന്നെ പഠിക്കാൻ നിങ്ങളുടെ വാല്യൂ അഡീഷൻ നോട്ടിൽ ഇതൊക്കെ പോണം. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരുവിധം ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. യെസ്, ഓക്കെ, നമുക്ക് തൽക്കാലം ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ബാക്കി ഞാൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നുവിടാം. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. എനിത്തിങ് എൽസ് അപ്ഡേഷൻ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എല്ലാവർക്കും? എപ്പോഴും വന്ന് എല്ലാവർക്കും കറക്കിക്കുത്തിന്റെ കണ്ടന്റ് എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. ചുളുവിനെ മാർക്ക് അടിക്കാമല്ലോ, പക്ഷെ കുത്തിരുന്ന് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ കുറച്ച് മടിയാണ്. സീംലെസ് വെബ് മീൻസ് അടിപൊളിയായിട്ട് ചെലന്തുല എന്ന് പറയില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സംഭവമാണല്ലോ. സീംലെസ് മീൻസ് ഈസി എന്നുള്ളൊരു മീനിങ് ആണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു വെബാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മീനിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയുന്നത് കാര്യം, കറക്കി കുത്താൻ പഠിച്ചാൽ മാത്രം പോരാ, ഇൻഡെപ്ത് ക്ലാസ് വേണം. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പഠിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വൃത്തിയായിട്ട് ഏറ്റെടുക്കുക കേട്ടോ. കാരണം ഇതേ ക്ലാസ് തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ ബാച്ചിലുള്ള ആൾക്കാർ കിട്ടുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ റിവിഷൻ നടത്തുകയും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മറ്റുള്ളവർക്ക് മുന്നിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ, യെസ്, ടെലിഗ്രാം വഴിയുള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്യണം. ചോദ്യം ക്ലിയർ ആയില്ല. ഞാൻ തന്നെ നമ്മുടെ റെക്കോർഡിങ്സ് ഓഫ് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്ന് ചോദിക്കാം കേട്ടോ.